हम काफी बार सुन चुका है, शाम को आंसू आके अपना डेरे में वास करेगा. നാം പലവട്ടം കേട്ടിട്ടുണ്ട്, സന്ധ്യയെങ്കിൽ കണ്ണുനീർ കരച്ചിൽ വന്ന് രാപാർക്കും. लेकिन भोर को जय जयकार का आनंद का स्वर अपना जीवन में आने वाला. പക്ഷേ പുലർച്ചയിൽ ആനന്ദത്തിന്റെയും ഉഷസ്സിൽ ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും ഘോഷമുണ്ടാകും. कल का पराजयों को भूलकर, ഇന്നലകളുടെ പരാജയങ്ങളെ മറന്നുകൊണ്ട്, कल तक जो अपना जीवन में संकटों हुआ, नुकसानों हुआ, अपमान हुआ, वो सब कुछ भूलकर, ഇന്നലെ വരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം മറന്നുകൊണ്ട് हमें आगे का निशाना के ओर ताकते रहना चाहिए. നമുക്ക് മുൻപോട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നോക്കി അതിലേക്ക് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. अब तक काफी पराजय अपना जीवन में हुआ होगा. ഇതുവരെ ഒരുപാട് തോൽവികൾ നമ്മുടെ ജീവിതത്തിൽ लेकिन സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. आगे प्रभु ने हालेलुया हमें हाथ पकड़ के चलाने वाला. പക്ഷേ മുമ്പോട്ട് ദൈവം നമ്മുടെ കരം പിടിച്ച് നടത്തുമാറാക്കും. हमेशा इसे निर्णय लेना है, डिसीजंस लेना है. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഇങ്ങനെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കണം. प्रभु मेरा आगे का दिनों को मैं और विश्वास योग्य बनाना चाहता हूँ. കർത്താവേ, എൻ്റെ മുമ്പോട്ടുള്ള ജീവിതങ്ങളെ ഞാൻ ഇനിയും അധികം വിശ്വസ്തനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. और समर्पित होना चाहता हूँ. ഞാൻ വീണ്ടും എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. वाकई में पिछले दिनों में कलीसिया बहुत अलग अलग तरह का परीक्षाओं को सामना कर रही है. കഴിഞ്ഞ ദിവസങ്ങൾ സഭ വ്യത്യസ്തമായ സാഹചര്യത്തിൽ കൂടി പൊക്കുകൊണ്ടിരിക്കുന്നു. मैं प्रेयर के लिए कलीसिया को कहना चाहता हूँ. ഞാൻ സഭയിലോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി कुछ പറയുകയാണ്. चुनौतियों हम सामना कर रहे हैं. ചില ചാലഞ്ചസുകൾ നാം ഫേസ് हमें ചെയ്യുകയാണ്. नुकसानों मारे, ചില നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കും. लेकिन अपना नुकसानों को बरकत देने वाला है अपना परमेश्वर. പക്ഷെ നമ്മുടെ നഷ്ടങ്ങളെ അവൻ നിറയ്ക്കുന്ന ദൈവമാണ്. शैतान उतना ही कर पा रहे. പിശാചിന് അത്രയ്ക്കേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. उन्होंने उससे बड़ा कुछ पद्धति रखा था. ആമേൻ. उसने उससे बड़ा कुछ पद्धति रखा था. ദൈവം അതിനേക്കാളും വലിയ യോജന നമുക്ക് വെച്ചിട്ടുണ്ട്. शैतान उससे बड़ा कुछ पद्धति बना के रखा था, പിശാച് അതിനേക്കാൾ വലുത് എന്തോ ആയിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. लेकिन कर नहीं पाया. പക്ഷെ അത് അവന് ചെയ്യുവാൻ സാധിച്ചില്ല. कुछ क्षण हम परमेश्वर का वचन से सुनने के लिए जा रहे हो. അല്പസമയം നാം ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ പോകുന്നു. बहुत प्रार्थना का साथ में प्रभु को उपस्थिति में വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. मैं हमेशा कहते आज सुबह भी कहना चाहता हूँ, ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം പറയുവാൻ ആഗ്രഹിക്കുന്നു. परमेश्वर का वचन का उतना सामर्थ्य दूसरा कोई भी चीज में नहीं है. ദൈവവചനത്തിനോടുള്ള ശക്തി വേറെ ഒന്നിനുമില്ല. प्रभु आपसे बात करेगा. ദൈവം നിങ്ങളോട് സംസാരിക്കും. पवित्र आत्मा ही आपसे बात करेगा. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. आज मैं कुछ समय बोलने वाला वचनों का कुछ भाग है ഇന്ന് ഞാൻ അല്പസമയം സംസാരിക്കാൻ പോകുന്ന വചനത്തിന്റെ കുറച്ച് ഭാഗം आपके लिए पर्सनल मैसेज बनेगा. നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായ സന്ദേശമായി മാറും. आपका सवालों का उत्तर बन जाने वाला നിങ്ങളുടെ है. ചോദ്യങ്ങളുടെ മറുപടിയായി മാറും. इसलिए बहुत दिल खोल के स्वीकार करने के लिए तैयार होकर प्रभु की उपस्थिति में बैठिए. അതുകൊണ്ട് നിങ്ങൾ ഹൃദയം തുറന്ന് റിസീവ് ചെയ്യാനുള്ള ഒരു മനോഭാവത്തോടെ ആയിരിക്കുക. अपना जो एटीट्यूड, अपना जो हम कैसे प्रतिक्रिया करते हैं वो बहुत इंपॉर्टेंट है. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. अगर आप रिसेप्टिव है तो स्वीकार करने के लिए तैयार है तो നിങ്ങൾ റിസീവ് ചെയ്യുന്ന ഒരു മനോഭാവനത്തോടു കൂടെയാണ് എങ്കിൽ प्रभु सीधा आपसे बात. ആമേൻ. ദൈവം ഡയറക്റ്റ് നിങ്ങളോട് സംസാരിക്കും. इसे बात बताओ, प्रभु मुझे बात करना. ആമേൻ. കലി സഭ ഇങ്ങനെ പ്രാർത്ഥിച്ചാട്ടെ, ദൈവമേ എന്നോട് സംസാരിക്കുമാറാകണമേ. आपका आवाज सुनना चाहता ഞാൻ നിന്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. हूं. आपका आवाज सुनना चाहता ഞാൻ നിന്റെ ശബ്ദം കേൾക്കുവാൻ हूं. एक क्षण ആഗ്രഹിക്കുന്നു. प्रार्थना कर दीजिए, प्रभु मैं आपका आवाज सुनना चाहता ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ നിന്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം കർത്താവേ. हूं. कालागदल खडग शांतने प्रार्थना कर दीजिए. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ രാത്രി വിശ്വസിക്കുന്നു കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. आप में से कितने लोग ऐसा विश्वास करते हैं कि परमेश्वर आज आपसे बात करने जा रहा है? യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. पिछले दिनों से हम यिर्मयाह की किताब से पढ़ रहे थे. ഇന്നലത്തെ ഫാസ്റ്റിംഗ് പ്രേയറിന് ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പുസ്തകമാണ് യിരെമ്യാവിന്റെ പുസ്തകം. कल के फास्टिंग पर मैंने कहा कि मुझे बहुत पसंद है ये किताब, यिर्मयाह का किताब. 32 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശുശ്രൂഷിച്ച ആദ്യത്തെ പ്രസംഗങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ നിന്നായിരുന്നു. 32 साल पहले जो संदेश देता था वो सारे संदेश इस किताब से हुआ करता था. ഞാൻ എനിക്ക് കിട്ടിയ ആദ്യത്തെ ഇൻവിറ്റേഷൻ, ഒരു ചർച്ചിൽ മീറ്റിംഗിന് എന്നെ വിളിച്ച ആദ്യത്തെ ഇൻവിറ്റേഷൻ ഞാൻ പ്രസംഗിച്ചത് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ. मेरे को पहला इनविटेशन जिस चर्च से मिला था, उस चर्च में जो पहला संदेश मैंने दिया था वो यिर्मयाह की किताब से दिया था. അതുകൊണ്ട് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. इसलिए यिर्मयाह की किताब से मुझे बहुत सारी बातें मेरे हृदय के अंदर है. വളരെ
എക്സാംപ്ലറിയായ ഒരു ശുശ്രൂഷ ലൈഫ് നയിച്ച വ്യക്തിയാണ് ഇരമ്യാവ്. बहुत ही अच्छे से एक नमूना जीवन बिताने वाला व्यक्ति था यिर्मयाह. പെർസിക്യൂട്ടഡ് ചർച്ചിന് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ദൈവദാസന്മാർക്ക് പഠിക്കേണ്ട ഒരു ക്യാരക്ടറാണ് ഇരമ്യാവ്. पीढ़ा से गुजरने वाली कलीसिया, पीढ़ा से गुजरने वाले परमेश्वर के दासों को सीखना चाहिए कि ऐसा किताब है यिर्मयाह का किताब. നമ്മൾ പ്രസംഗിക്കുമ്പോൾ അത് കേട്ട് അതിനെ സ്വീകരിക്കുന്നവരുടെ ഇടയിൽ പ്രസംഗിക്കാൻ ഒത്തിരി എളുപ്പം അല്ലേ? हम जहाँ पर प्रचार करते हैं वहाँ के लोग अगर उसे सुनते हैं और उसे स्वीकार करते हैं तो वहाँ प्रचार करना आसान होता है. ഞങ്ങൾ ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സന്തോഷത്തോടെ വചനം സ്വീകരിക്കുന്നത് കാണുമ്പോൾ, സ്തോത്രം പറയുമ്പോൾ, ഹാലേലുയ പറയുമ്പോൾ, അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ച് വചനം സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഹാലേലു പിടിച്ചാൽ കിട്ടാത്തതുപോലെ വചനം പറയാൻ തോന്നും. हम परमेश्वर के दासों को जब सुनने वाले जब इसे अच्छे से खुशी के साथ सुनकर जब आप धन्यवाद कहोगे, जब उस अन्य भाषा के साथ खुशी के साथ स्वीकार करते हुए देखते हैं तो प्रचार करने वाले परमेश्वर के दास लोग को भी बहुत खुशी के साथ और वचन बांटने का मन करता है. പക്ഷേ ഇരമ്യാവിന് അങ്ങനെയുള്ള ഭാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല. लेकिन यिर्मयाह के जीवन में एक वैसा सौभाग्य उसे नहीं मिला था. ആമീൻ പറഞ്ഞ് സ്വീകരിക്കുന്നവരുടെ നടുവിലല്ല ഇരമ്യാവ് ശുശ്രൂഷിച്ചത്. आमीन कहकर स्वीकार करने वालों के बीच में नहीं था यिर्मयाह ने जो सुसमाचार प्रचार किया था. സന്തോഷമുള്ള വചനവും അല്ല അവൻ പറഞ്ഞത്. और जो लोगों को अच्छा लगे वैसी बातें भी नहीं था यिर्मयाह ने जो कहा था. പക്ഷേ അവൻ വിശ്വസ്തനായിട്ട് ശുശ്രൂഷിച്ചു. लेकिन वो विश्वास योग्यता के साथ अपना सेवा निभाता रहा. ദൈവത്തിന്റെ വചനം അകത്ത് കയറി കഴിഞ്ഞാൽ, परमेश्वर के वचन अगर एक बार अंदर आ जाए, അവന് ശ്രമിച്ചാൽ പോലും നിർത്താൻ പറ്റാത്തതുപോലെ അവൻ वो പ്രവചിച്ചുകൊണ്ടിരുന്നു. कोशिश कर रोकने की कोशिश करने के बावजूद भी अपने आप को रोक नहीं सका, वैसा भविष्यवाणी वो देता रहा. ചെറിയ പ്രായത്തിൽ തുടങ്ങിയ ശുശ്രൂഷ കേട്ടോ. छोटी उम्र में शुरुआत की एक सेवकाई है. പക്ഷെ ദൈവം അവനോട് പറഞ്ഞു, लेकिन परमेश्वर ने उसे कहा, വാക്ക് കൊടുത്തു, उसे एक നീ प्रॉमिस किया, ഇത്രയും എതിരുള്ള ഒരു സിറ്റുവേഷനിൽ ശുശ്രൂഷിക്കുന്നതെങ്കിൽ तू इतनी विपरीत परिस्थिति पर खड़े होकर तू सेवा कर रहा है, फिर भी വലിയ പ്രൊട്ടക്ഷൻ നിന്റെ മേലുണ്ട്. मेरा बहुत बड़ा एक प्रोटेक्शन सुरक्षा तेरे ऊपर है. ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. शत्रु के हाथ पर मैं नहीं सौंपूंगा. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം ആരംഭത്തിലേ പറയാം. यिर्मयाह की किताब से मैंने सीखा हुआ बात मैं पहले ही बताता हूँ. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്നാൽ, अगर आप परमेश्वर के लिए खड़े होते हैं, കഷ്ടവും നഷ്ടവും സഹിച്ചാൽ, कष्ट और नष्ट सहने को तैयार हो जाते ലോകം हैं, മുഴുവൻ ഉണ്ടാകുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ दुनिया में पूरी होने वाले विपरीत परिस्थिति के बीच में भी നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ചില പ്രൊവിഷൻ ഉണ്ടാകും. आपके लिए परमेश्वर का प्रबंध उसके बीच में बना रहेगा. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? Amen. क्या आपको विश्वास कर सकते हैं? ഈ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ इस प्रकाशित वाक्य 3 अध्याय में ഫിലദൽഫിയ സഭയ്ക്ക് ദൂത് എഴുതുന്നു. फिलाडेल्फिया कलीसिया को इस प्रकार से वाणी लिखते हैं. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളിൽ ദൈവം കുറ്റം പറയാത്ത ഒറ്റ സഭയുള്ളൂ. वो प्रकाशित वाक्य 7 कलीसिया में एक ही कलीसिया है जिसको परमेश्वर की बुरी बात नहीं कही है. ബാക്കി എല്ലാ സഭയോടും എന്തെങ്കിലുമൊക്കെ ദൈവാത്മാവ് ഒരു ദോഷം പറഞ്ഞിട്ടുണ്ട്. बाकी सारी कलीसियाओं से कुछ न कुछ एक कमी तो बताई है. നമ്മൾ പറയാറില്ല കുറ്റം പറയാത്ത ഒരു കുറ്റമില്ലാത്ത ഒരു സഭയില്ലെന്ന് हम പറയാറില്ല. कहते हैं ना कि ऐसा कोई कलीसिया है ही नहीं जहाँ पर कोई कमी ना हो. ഒരു ചർച്ചും പെർഫെക്റ്റ് അല്ലെന്ന് പറയാറില്ല. कोई भी कलीसिया परफेक्ट नहीं है, हम ऐसा कहते പക്ഷേ हैं. അങ്ങനല്ല കേട്ടോ. लेकिन ऐसा नहीं है. ഫിലദൽഫിയ സഭ ദൈവം കുറ്റം പറയാനില്ലാത്തൊരു സഭയായിരുന്നു. फिलाडेल्फिया कलीसिया ऐसी थी कि परमेश्वर को थोड़ा सा भी उसने बुरी बात कहने के लिए നമ്മുടെ नहीं था. ചർച്ചിന്റെ തുടക്കവും അങ്ങനെയാണ്. हमारी कलीसिया की आरंभ भी वैसे ही ഫിലദൽഫിയ है. സഭ ദൈവം സ്നേഹിക്കുന്ന സഭ അതായി മാറണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് നമ്മളും തുടങ്ങിയത്. हम भी शुरुआत वैसे ही किया था कि जिस प्रकार से फिलाडेल्फिया की कलीसिया परमेश्वर प्रेम करने वाली कलीसिया, हमारी कलीसिया भी वैसे बने. അങ്ങനെ ഒരു ചർച്ചായി നിൽക്കണം ഈ പട്ടണത്തിൽ. हमें एक वैसी कलीसिया बनकर इस शहर पे खड़े होना है. हाथ उठाकर परमेश्वर की ദൈവം स्तुति करें. സ്നേഹിക്കുന്ന സഭ, परमेश्वर जिसे प्रेम रखता है वह कलीसिया. ഈ സഭയോട് ദൈവം പറയുകയാണ്, इस्राएल से परमेश्वर कहता है, ഭൂലോകത്തിലെങ്ങും ഉണ്ടാകാനുള്ള കഷ്ടത്തിന്റെ നടുവിൽ ഞാൻ നിങ്ങളെ പരിപാലിക്കും. सारी दुनिया के बीच में होने वाले कष्टों के बीच में भी मैं तेरा रखवाली करूंगा. കേൾക്കുന്നുണ്ടോ? क्या आप सुन रहे हो? ഭൂലോകത്ത് വലിയ കഷ്ടം ഉണ്ടാകാൻ പോകുക. पूरी धरती पर बहुत बड़ा कष्ट आने वाली है. പക്ഷേ ചർച്ച് ഉണ്ടല്ലോ, ഫിലദൽഫിയൻ ചർച്ച് ഉണ്ടല്ലോ, लेकिन जो फिलाडेल्फिया कलीसिया है ना, ഒരു
പ്രൊട്ടക്ഷൻ ആ സഭയ്ക്കുണ്ടാകും. उस कलीसिया में एक रखवाला, एक सुरक्षा बनी रहेगी. ബാക്കി പലയിടത്തും പ്രശ്നങ്ങളുണ്ടാകും. बाकी हर जगह पर जब मुसीबतें आएगी, അതിനകത്ത് തന്നെ മറ്റു സഭകളെ കുറിച്ച് പറയുന്നുണ്ട്. उसके अंदर ही दूसरे कलीसिया के बारे में बताया है. അതായത് പെർഗമോസിലെ സഭ, സ്മുർണയിലെ സഭ ഒക്കെ പറയുന്നുണ്ട്. पेर्गमुस की कलीसिया, स्मुर्ना की कलीसिया के बारे में सब वहाँ पर അവരോട് कह പറഞ്ഞു रहे हैं. സാത്താൻ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുക. वहाँ पर कह रहे कि शैतान जो है वो योजना बना रखी നിങ്ങളിൽ है ചിലരെ തടവിലാക്കുവാൻ. आप में से कुछ लोग को बंदी बनाने के लिए. അതേ സമയത്ത് उसी समय ഫിലദൽഫിയ സഭയോട് പറയുക, फिलाडेल्फिया कलीसिया से कहते हैं, നിനക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും. आमीन, तेरे ऊपर एक सुरक्षा है. വിശ്വസിക്കാൻ പറ്റുമോ? कि आप विश्वास कर सकते हो എത്ര പ്രതികൂലമുള്ള കാലത്തും कितनी बड़ी प्रतिकूल के बीच में भी ദൈവം ചിലരെ കുറിച്ച് പറയും, परमेश्वर किसी के बारे में कहेगा, നിന്നെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. आमीन, तुझे छूने की अनुमति मैं नहीं दूंगा. എന്താ കാരണം എന്നറിയാം? क्यों है, क्या है उसका ഫിലദൽഫിയ कारण? സഭയോട് പറയുക, क्योंकि फिलाडेल्फिया कलीसिया से നിനക്ക് कहते हैं, അല്പമേ ശക്തി ഉള്ളെങ്കിലും भले ही तेरे में शक्ति कम है, നീ എന്റെ വചനം കാത്തു. आमीन, लेकिन तूने मेरा वचन का पालन किया. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? क्या आप सुन रहे हो? വചനത്തിന് വേണ്ടി നിൽക്കുന്നവനെ ദൈവം നിലനിർത്തും. वचन के लिए खड़े होने वाले को परमेश्वर खड़ा ഞാൻ ഈ करवाएगा. പ്രൊട്ടക്ഷൻ ഇരമ്യാവിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. मैंने ये सुरक्षा इरम्या की किताब में देख रहा हूँ. ഇരമ്യാവിന് മാത്രമല്ല പ്രൊട്ടക്ഷൻ, केवल इरम्या को ही नहीं था ആ सुरक्षा. കാലഘട്ടത്തിൽ എല്ലാവരും ദൈവത്തിനെതിരായി പോകുമ്പോൾ उस समय उस पूरे लोग जब परमेश्वर के विपरीत हो जाते हैं, അതിനകത്ത് 2-3 പേർ उसमें से 2 या 3 लोग ദൈവഹിതത്തിന് അനുകൂലമായി ചലിച്ചു. परमेश्वर के इच्छा के प्रति उन्होंने आगे मूव किया. ദൈവം അവരെ വിളിച്ചിട്ട് പറയുക, परमेश्वर उनको कहकर बोलते हैं, സകല ജനവും പ്രവാസത്തിലേക്ക് പോകുമ്പോഴും सभी लोग जब गुलामी बनकर चले गए, നിന്നെ ഞാൻ സൂക്ഷിക്കും. मैं तुझे मैं संभाल कर रखूंगा. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? क्या आप समझ रहे हो? എല്ലാ ആളുകളോടും പറയുന്നു, ബാബേലിൽ നിന്ന് നെബൂഖദ്നേസർ വന്നിട്ട് ഈ പട്ടണം പിടിക്കും, നിങ്ങളെല്ലാം പ്രവാസത്തിൽ പോകേണ്ടി വരും. सभी लोग से कह रहे हैं कि बाबेल से राजा आएगा और इस देश के ऊपर चढ़ाई करेंगे और तुमको बंधुआई करके लेके जाएंगे. പക്ഷെ അതിന്റെ നടുക്ക് ചിലരെ മാത്രം നോക്കിയിട്ട് പറയുക, लेकिन उसके बीच में सिर्फ कुछ लोगों को देखकर इस प्रकार से कहा है, ഹല്ലേലൂയ, നിനക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും. कि तेरे लिए एक सुरक्षा है. ഇരമ്യാവേ, നിനക്കൊരു പ്രൊട്ടക്ഷൻ. हे इरम्या, तुझे एक सुरक्षा है. 45-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, 45th चैप्टर पर हम देख सकते हैं, ബാരൂക്കിനെ വിളിച്ചിട്ട് പറയുക, बारूक को बुलाकर कहते हैं നിനക്കൊരു പ്രൊട്ടക്ഷൻ. कि तेरे ऊपर एक सुरक्षा है. 39-ാം അധ്യായത്തില് 39th चैप्टर में ഹല്ലേലൂയ 16-ാമത്തെ വാക്യത്തിൽ 16वां आयत 39:16 39:16 39:16 39:16 എന്താ എഴുതിയിരിക്കുന്നത് വായിച്ചാട്ടെ. നീ ചെന്ന് കൂശനായ ഏബേദ് മേലേക്കിനോട് പറയണം, ആ ആ ആ ആ ഈ ദേശത്ത് നന്മയല്ല തിന്മയ്ക്കായിട്ട് ചിലത് സംഭവിക്കാൻ പോവാ. तू जाकर इस प्रकार से कहना कि इस देश में बुरा नहीं बट कुशल का कुछ काम होने जा रहा है. അന്ന് നീ കാണുക അവ നിവൃത്തിയാകും. അന്ന് ഞാൻ നിന്നെ വിടുവിക്കുമെന്ന്. നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ വിടുവിക്കും, നീ വാളാൽ വീഴുകയില്ല, നിന്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയ പോലെ ഇരിക്കും. ഈ വചനമൊക്കെ ഒന്ന് മുറുകെ പിടിക്കാൻ പറ്റുമോ? ये सारे वचन को हम थाम कर पकड़ेंगे. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? प्रकाशित वाक्य 3 अध्याय पर क्या कहा है? ലോകത്തിലെങ്ങും ഉണ്ടാകാനുള്ള കഷ്ടത്തിന്റെ നടുവിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും? सारी कलीसिया की जब प्रतिकूल अवस्थाएं होती है उसके बीच में मैं तुझे क्या करूंगा? എന്നെ പെട്ടെന്ന് ഓർപ്പിച്ച ചില വചനങ്ങളാ കേട്ടോ. परमेश्वर ने मुझे जल्दी स्मरण दिलाया हुआ कुछ वचन है. യിരെമ്യാവ് 12-ൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. मैं इरम्या 12 से बात करने के लिए सोच रहा था, ഇന്ന് പകൽക്കാലം ഒരു ദൂത് പറയുക. लेकिन आज के इस वक्त पवित्र आत्मा एक वाणी दे रही है. ചില കഷ്ടങ്ങൾ വരുമ്പോഴും कुछ कष्टों के बीच में भी, അതിന്റെ നടുവിൽ उसके बीच में 10-ാമത്തെ വാക്യം വെളിപ്പാട് 3:11 വായിച്ച്. रेवलेशन 3:10 ആ
മതി. मैंने तुझे धीरज के वचन को थामा है, इसलिए मैं भी तुझे परीक्षा के उस समय बचा रखूंगा जो पृथ्वी पर रहने वालों के परखने के लिए सारे संसार पर आने वाला है. നിങ്ങൾ ഈ വചനം ഒന്ന് മുറുകെ പിടിച്ചേ. आप इस वचन को थाम कर पकड़ लो. കർത്താവിനോട് പറഞ്ഞാട്ടെ, परमेश्वर से कहो, കർത്താവേ, परमेश्वर, ലോകം മുഴുവൻ തിന്മ വരുമ്പോഴും भले ही सारी दुनिया में जब हानि की बातें होगी, ഞങ്ങൾ നിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് आमीन, हम तेरे वचन के ऊपर खड़े होने की वजह से ഞങ്ങൾക്കൊരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ. हमारे ऊपर एक खास सुरक्षा. എബേദ് മേലേക്ക് എന്ന് പറഞ്ഞ കൂഷ്യൻ എന്ന് എഴുതിയിരിക്കുന്നത് एबेद मेलेक नाम एक कुश का व्यक्ति, ആഫ്രിക്കനാ കേട്ടോ. കൂഷ്യൻ എന്ന് പറയുമ്പോൾ वो अफ्रीका है, യഹൂദനല്ല. वो एक यहूदी नहीं है. യഹൂദന് കിട്ടാത്തൊരു ഫേവർ ഇവൻ എന്താ കിട്ടിയത്? आमीन. यहूदा को जो नहीं मिला एक वैसा फेवर इसको कैसे मिला, ഞാൻ മുന്നോട്ട് പറയാം അത് मैं കേട്ടോ. आगे बताऊंगा. ഹല്ലേലൂയ. हालेलुया. ബാരൂക്ക് നിനക്കെന്താ ഒരു ഫേവർ കിട്ടിയത്? बारूक तुझे कैसा एक फेवर मिल गया? യിരെമ്യാവ് 45 यिर्मयाह 45 में കിട്ടാൻ കാരണം मिलने का कारण, ബാരൂക്ക് യിരെമ്യാവിനോട് കൂടെ ചേർന്ന് നിന്നു. बारूक यिर्मयाह के साथ जुड़कर खड़ा നാട്ടുകാർ रहा. കൊല്ലാൻ ഓടിക്കുന്ന പ്രവാചകനാ യിരെമ്യാവ്. यिर्मयाह का ऐसा भविष्यवक्ता है कि लोग അവന്റെ उसको കൂടെ നിന്നാൽ मारने के लिए ബാരൂക്കിന്റെ भगाते हैं. പ്രാണനും പോകും. उसके साथ खड़ा रहेगा तो बारूक का जान भी പക്ഷെ खतरा അവൻ है, അവന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണിയില്ല. लेकिन वो अपने प्राण को बहुमूल्य नहीं അതുകൊണ്ട് समझा. ദൈവം പറഞ്ഞു, इसीलिए परमेश्वर ने कहा, എല്ലാവരും പ്രവാസത്തിൽ പോകുമ്പോഴും जब सब लोग बंधुआई में जाएंगे നിനക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. तेरे ऊपर एक सुरक्षा है. അപ്പൊ കർത്താവിന് വേണ്ടി നിന്നാൽ अगर ഒരു परमेश्वर के लिए खड़े रहेंगे तो പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിക്കുന്ന പുസ്തകം एक प्रतिफल है करके सिखाने वाला पुस्तक. ഒരു ഉദാഹരണം കൊണ്ട് വായിച്ചിട്ട് പറഞ്ഞിട്ട് एक और उदाहरण बोलकर ഞാൻ യിരെമ്യാ 12 വരാം. मैं यिर्मयाह 12 में आना चाहता हूँ. യിരെമ്യാ 35 അധ്യായത്തിൽ यिर्मयाह 35th चैप्टर में നമുക്കൊരു കുടുംബത്തെ കാണാൻ പറ്റും. वहां पर हम एक परिवार को देख सकते हैं. രേഹാബ്യ ഗ്രഹമെന്നാണ് അവരുടെ പേര്. रेहाब गृह करके उसका नाम है. ഇവരുടെ പ്രത്യേകത എന്താ? उसकी खासियत क्या है? രേഹാബിന്റെ കുടുംബത്തിന്റെ रेहाब की उसका ദൈവം घराने ഒരിക്കൽ का. ഈ രേഹാബ്യ ഗ്രഹത്തിലെ ചില ചെറുപ്പക്കാരെ വിളിക്കാൻ യിരെമ്യാവിനോട് കൽപ്പിച്ചു. इस रेहाब के पुत्रों को बुलाने के लिए परमेश्वर ने एक आज्ञा दी. ഹല്ലേലൂയ. എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള ഒരു അധ്യായമാണ്. मुझे बहुत ही प्रभावित किया हुआ एक वचन है ये. യങ് പീപ്പിൾ വിത്ത് ഡിസിഷൻ. आमीन. नौजवान निर्णयों के साथ. ഭയങ്കര പിള്ളേരുടെ കാര്യം. बहुत बड़ी बात है. കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരൊക്കെ ഒന്ന് കേട്ടോണേ. सारे नौजवान मुझे ध्यान से सुने. നിങ്ങൾ സ്ട്രോങ് ഡിസിഷൻ ഉള്ളവരാണെങ്കിൽ आपको अगर एक दृढ़ निर्णय लेने वाले लोग हैं ദൈവം നിങ്ങളെ മാനിക്കും. तो परमेश्वर आपका सम्मान करेगा. പ്രായമുള്ള മാതാപിതാക്കളോട് माता पिता है, ഇന്ന് വരെ നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. अगर आज तक आप वैसे नहीं थे, അതുകൊണ്ടാണ് പലപ്പോഴും പരാജയങ്ങൾ വന്നത്. इसीलिए कई बार हमारे जीवन में पराजित की പക്ഷേ अवस्था ഇന്ന് आती മുതൽ है. ഒരു സ്ട്രോങ് ഡിസിഷൻ ഉള്ള വ്യക്തിയായി തീരും. लेकिन अब से लेकर हम हमारे जीवन में एक दृढ़ निर्णय लेने वाला व्यक्ति बने ഉറച്ചു നിൽക്കണം. और हम उसमें दृढ़ बने रहना है. അനുസരിച്ച് നിങ്ങൾ മാറില്ല. परिस्थिति के अनुसार हमें बदलना नहीं है. അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് നിന്നാൽ ദൈവം നിങ്ങളുടെ കൂടെ കാണത്തില്ല. अगर हम समझौता करके रुकेंगे तो परमेश्वर हमारे साथ नहीं പക്ഷേ रहेगा. സ്ട്രോങ് ആയിട്ട് നിന്നാൽ लेकिन अगर हम मजबूत खड़े रहेंगे तो ഭൂലോകത്തെങ്ങും വരാനുള്ള പ്രതിസന്ധിയുടെ നടുവിൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. सारी दुनिया में जब प्रतिकूल की अवस्था आती है तो परमेश्वर तुम्हारे लिए उसके बीच में काम നമ്മുടെ करेगा. ജീവിതത്തിൽ ചില പോളിസി ഉണ്ടാകണം. हमारे जीवन में कुछ पॉलिसी होना है. അതിന്റെ ശരി തെറ്റല്ല, അത് ശരിയാണോ തെറ്റാണോ वो सही है या गलत है करके नहीं है. പോളിസി, സ്ട്രോങ് പോളിസി ഉണ്ടാകണം. लेकिन हमारे जीवन में कुछ स्ट्रॉन्ग पॉलिसी होना चाहिए कि मैं यही करूंगा. God will honor you. परमेश्वर आपका सम्मान करेगा. ഈ രേഖാബ്യ ഗ്രഹത്തിലെ പിള്ളേരുടെ കാര്യം, ये रेखाब के घराने के पुत्रों का जो बात രേഖാബിന്റെ है, മകനാകുന്ന യോനാദാബിന്റെ മക്കളുടെ കാര്യം, उनके കൊച്ചുമക്കളുടെ, जो രേഖാബിന്റെ बेटे കൊച്ചുമക്കൾ. योनादाब के पोते लोग के बच्चों का जो बात है, ദൈവം യിരെമ്യാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, परमेश्वर यिर्मयाह को बुलाकर ഇവരെ कहते हैं, ദൈവത്തിന്റെ ആലയത്തിൽ इनको परमेश्वर के आलय में ദൈവപുരുഷനാകുന്ന ഹനാൻ എന്ന് പറയുന്ന ആളിന്റെ മക്കളുടെ റൂമിൽ കൊണ്ടുവരാൻ പറഞ്ഞു. जो परमेश्वर का पुरुष हनान है उसके रूम पर लेके आ जाओ. ദൈവപുരുഷനാവൻ എന്ന് പറഞ്ഞാൽ he is connected with hallelujah temple worship, वो परमेश्वर का पुरुष है, वो परमेश्वर के आलय से संबंधित है. spiritual leadership. एक आत्मिक लीडरशिप है. എന്നിട്ട് യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, और यिर्मयाह से परमेश्वर कहते हैं, ഈ രേഖാബിന്റെ മക്കളുടെ മുമ്പിൽ വീഞ്ഞ് നിറച്ച കുടങ്ങൾ വെക്കാൻ പറഞ്ഞു. इस रेखाब के पुत्रों के सामने मधु से भरा हुआ बर्तने रखने के लिए कहा എന്നിട്ട് കുടിക്കാൻ പറഞ്ഞു.
और पीने के लिए कहा। ഇതെവിടാ സംഭവിക്കുന്നത്? ये कहाँ पर हो रही है? ടെമ്പിളിന്റെ വിസിനിറ്റിയിലാ. आलय, परमेश्वर के आलय के चारों ओर परिसर पर हो रही है। യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വീഞ്ഞ് കുടിക്കുന്നൊന്നും പാപമല്ല. यहूदियों से संबंधित में दाखमधु पीना पाप അവർക്ക് नहीं है। വീഞ്ഞൊക്കെ കുടിക്കാം. അത് वो पी പാപമല്ല. सकते हैं। കോമൺ ഡ്രിങ്ക് അത്. उनके लिए वाइन एक पीना एक कॉमन ड्रिंक है। പുറകിൽ ആരാ പറഞ്ഞത് കുടിക്കാൻ? किसने कहा उनको पीने के लिए? ആരാ പറഞ്ഞ? പ്രവാചകൻ. किसने कहा? എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നു വീഞ്ഞ് കുടിക്കാൻ. मतलब परमेश्वर ने उनसे कहा कि दाखमधु पी लो। കർത്താവ് പറഞ്ഞതല്ലേ എങ്ങനെയാ ചെയ്യുന്നത്? अगर हम होते तो फटाफट पी लेते, परमेश्वर ने कहा है ना तो पी लेंगे। ഹലോ, हालेलुया। ഈ ചെറുപ്പക്കാർ പറഞ്ഞു ഞങ്ങൾ കുടിക്കത്തില്ല. लेकिन इन पुत्रों ने कहा कि हम नहीं पिएंगे। ഇരിമ്യാ പറഞ്ഞു കുടിക്കേ. तो ये मैंने कहा कि पी लो। കുടിക്കത്തില്ല. तो उन्होंने कहा कि नहीं हम नहीं पिएंगे। കാരണം എന്താ? कारण क्या है? അവര് പറയാണ്, वो कह रहे हैं ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെ കൊണ്ട് ഒരു സത്യം ചെയ്യിച്ചിട്ടുണ്ട്. हमारे पिता ने हमारे साथ एक शपथ खाई है। ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെ കൊണ്ട് ഒരു സത്യം ചെയ്യിച്ചു. हमारे पिता हमसे एक शपथ എന്താ खाई है। സത്യം? क्या है वो? ഇരിമ്യാവിന്റെ പ്രവചനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാമല്ലോ. इरमिया की किताब का पश्चात आप जानते हो ना। പ്രവാസത്തിൽ പോവാ. बंधुआई में അന്യദേശത്ത് जा പോകേണ്ടി रहे വരിക. हैं। बंधुआई में जाना पड़ നിങ്ങൾ रहा है। ചെല്ലുന്ന ദേശത്ത് जिस देश में तुम जाओगे നിങ്ങൾ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് वहां पर आप उस देश में दीर्घायु के वीणु साथ रहने के लिए दाखमधु नहीं पिएंगे। വീടുണ്ടാക്കത്തില്ല, हम अपना घर नहीं കൂടാരങ്ങളിൽ बनाएंगे। പാർക്കും, हम तंबुओं में ഒരു रहेंगे സമർപ്പിത ജീവിതം നയിക്കും. और एक समर्पित जीवन बिताएंगे। അപ്പൊ ഈ പിള്ളേർ പറയാ, तो ये पुत्र लोग कह रहे हैं യെരമ്യാ പ്രവാചകനല്ല ആര് പറഞ്ഞാലും इरमिया भविष्यवक्ता नहीं, कोई भी आकर ഞങ്ങളുടെ कहे അപ്പന്റെ മുമ്പിൽ ഞങ്ങൾ സത്യം ചെയ്തത് ലംഘിക്കത്തില്ല. हमने हमारे पिता से शपथ खाई है इसलिए हम यह नहीं पिएंगे। हालेलुया। നമ്മൾ അന്ന് എന്ത് പറഞ്ഞേ? हम होते तो क्या कहते? ഇപ്പൊ ദൈവമല്ലേ പറഞ്ഞത്? परमेश्वर ने कहा है ना अभी। വചനത്തിൽ അങ്ങനെ ഇല്ലേ? वचन So I पर can ऐसा change. है ना, इसलिए मैं बदल ഈ सकता हूँ। ചെറുപ്പക്കാർ പറയും ഞങ്ങളുടെ ഡിസിഷൻ ഞങ്ങൾ മാറ്റത്തില്ല. लेकिन ये नौजवान कहते हैं कि मेरा डिसीजन मैं नहीं बदलूंगा। ഞാനിത് കഴിഞ്ഞ ദിവസം മലയാളത്തിൽ ഒരു പാഠഭേദത്തിൽ പറഞ്ഞിരുന്നു. मैंने ये पिछले दिन मलयालम में एक पाठभेद में इस प्रकार से कहा। അർജന്റീനിയൻ കളിക്കാരൻ എന്താ എന്റെ പേര്? ജൂലിയൻ അൽവാരസ് ഹൂലിയൻ എന്നൊക്കെ ആളുകൾ അവനെ വിളിക്കുന്നത്. अर्जेंटीना का एक खिलाड़ी അർജന്റീനക്കാരെ വിളിക്കുന്നത് കാരണം जूलियट ജെ അവർ अल्वारेस। ഉച്ചരിക്കത്തില്ലെന്നാ പറഞ്ഞത്. ഹൂലിയൻ അൽവാരസിന്റെ പടമൊക്കെ വെച്ച് ഞാനൊരു പാഠഭേദം ചെയ്തിരുന്നു. मैंने उसका चित्र रखकर एक पाठभेद किया था। അർജന്റീനിയൻ ടീമിൽ എല്ലാവരും ടാറ്റു ഇട്ടവരാണ്. अर्जेंटीना की टीम के हर एक लोग टैटू लगाए हैं। മെസ്സിയുടെ തോളത്ത് വരെ ടാറ്റു ഉണ്ട്. യേശുക്രിസ്തുവിന്റെ പടമാണ് മെസ്സി ഇട്ടേക്കുന്നത്. मेसी के बॉडी में भी टैटू है यीशु जीसस क्राइस्ट പക്ഷെ का। ജൂലിയൻ അൽവാരസ് ആദ്യമായിട്ട് കളിക്കാൻ വന്നപ്പോൾ लेकिन जूलियट अल्वारेस जब पहली बार खेलने के लिए എന്റെ आया കൂട്ടുകാരെല്ലാം ചോദിച്ചു നീ എന്താ ടാറ്റു ഇടാത്തത്? तो दोस्त लोगों ने पूछा कि तेरे शरीर पे टैटू क्यों അവൻ नहीं है? പറഞ്ഞു ഞാൻ ഇടത്തില്ലെന്ന് പറഞ്ഞു. उसने कहा मैं नहीं करूंगा। എന്താന്ന് ചോദിച്ചപ്പോ അവൻ പറയാ, उसने पूछा कि क्यों? तो वो इस എന്റെ प्रकार से कहा ചെറുപ്പത്തിൽ എന്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, मेरे बचपन में मेरे पिता ने मुझसे कहा है നോ ഇങ്ക്, നോ സിഗരറ്റ്, നോ ആൽക്കഹോൾ. न ही सिगरेट न ही शराब पीना है। നോ ഇങ്ക് എന്ന് പറഞ്ഞ ടാറ്റു. टैटू टैटू मशीन। नहीं लगाना है। ഹല്ലേലൂയ. നോ ഇങ്ക്, നോ സിഗരറ്റ്, നോ ആൽക്കഹോൾ. इंक नहीं लगाना है, सिगरेट नहीं और शराब भी नहीं। അതുകൊണ്ട് എന്റെ അപ്പൻ പഠിപ്പിച്ചതാണ് ഞാൻ ഇടത്തില്ലെന്ന്. इसलिए मेरे पिता ने ये सिखाया है, इसीलिए मैं ये नहीं लगाऊंगा। ഹല്ലേലൂയ. हालेलुया। അപ്പൊ അവന്റെ കൂട്ടുകാർ മുഴുവൻ ഇട്ടോരാ കേട്ടോ. इसलिए उसके दोस्त सब लोग के शरीर पर टैटू लगा 10 हुआ है। കളിക്കാരിൽ ഒരാൾ മാത്രം ടാറ്റു ഇട്ടാൽ അവൻ റിബലിയസാ. 10 खिलाड़ी में अगर एक ही अगर लगा कर रखे तो वो रिबेलियस है। लेकिन 10 കളിക്കാരിൽ लेकिन 10 ഒരാൾ खिलाड़ियों മാത്രം में ടാറ്റു ഇടാതിരുന്നപ്പോൾ अगर एक ही व्यक्ति जब टैटू नहीं അവര് लगाया, പറഞ്ഞു, മറ്റൊരു പറഞ്ഞു ഇതാടാ കോമൺ, നീ റിബലിയസ് ആന്ന് പറഞ്ഞു. उन्होंने कहा कि ये कॉमन है और तू रिबेलियस है। ചില ചെറുപ്പക്കാരുണ്ടാകണം. कुछ नौजवान ऐसे हो नहीं पाए। ഹല്ലേലൂയ. हालेलुया। രേഖാബ്യ ഗ്രഹത്തിലെ കൊച്ചുമക്കളെ പോലെ आमीन। रेखाब के घराने के पुत्रों जैसा। ഇവരെ എവിടെ കൊണ്ടുവന്നത്? कहां पर उनको लेकर आए? ആലയത്തിൽ. परमेश्वर ആ की മുറിക്ക് ഒരു आलय പ്രത്യേകതയുണ്ട്. के। ഹല്ലേലൂയ. ശലൂമിന്റെ ദൈവപുരുഷനായ ഹനാന്റെ പുത്രന്മാരുടെ മുറി കൊണ്ടുവന്നു. हनान के पुत्रों के रूम पर हेलो। लेकर आए। ആലയത്തിലെ മെയിൻ കുടുംബമാകട്ടോ അവരുടെ മുറിയിലാണ് കൊണ്ടുവന്നത്. परमेश्वर के भवन का मेन कोठरी है, उस कमरे पर उनको ഒരിടത്ത് लेकर आए। ഹനാന്റെ മക്കള് നിൽക്കുക. एक जगह पर हनान के पुत्र खड़े അതിന്റെ हैं, ഓപ്പോസിറ്റ് उसके ऑपोजिट में രേഖാബിന്റെ കൊച്ചുമക്കൾ. रेखाब के पुत्र लोग भी खड़े हैं। രണ്ട് കൺസെപ്റ്റിന്റെ എക്സാമ്പിളാ കേട്ടോ. आमीन। 2 कॉन्सेप्ट का एक एग्जाम्पल है ये। ഒരിടത്ത് ഹനാന്റെ മക്കൾ, एक तरफ हनान के നമ്മുടെ ഭാഷയിൽ बच्चे പറഞ്ഞ लोग, പാസ്റ്ററുടെ മക്കൾ.
अगर हमारी भाषा में ഇനി कहा जाए तो കുറച്ചുകൂടി पास्टर्स മനസ്സിലാക്കാൻ के പറഞ്ഞാൽ बच्चे। ഈ വേദോസ്തത്തിൽ ശമൂവേലിന്റെ പുസ്തകത്തിൽ ഏലിയുടെ പുത്രന്മാരെന്ന് കേട്ടിട്ടില്ലേ? शमूएल की किताब में हमने सुना ना कि एली के बच्चे ഞാൻ लोग। ആത്മാവിൽ അങ്ങ് പറയുക, मैं आत्मा में कहता ഈ हूँ ഏലിയുടെ പുത്രന്മാർക്ക് റൂം ഉണ്ടായിരുന്നു കേട്ടോ. एली के पुत्रों का भी एक रूम था, അതിനകത്ത് നടന്നത് മുഴുവൻ അശുദ്ധിയാ. उसके अंदर पूरी क्या हुआ था, अपवित्र की बातें हुई ദൈവപുരുഷനായ थी। ഹനാന്റെ മക്കളുടെ റൂമിന്റെ അകത്ത് നടക്കുന്നത് മുഴുവൻ അശുദ്ധിയാ. परमेश्वर के दास जो हनान है उसके रूम के पुत्रों के रूम पर क्या हो रही है, सारी अपवित्र की बातें हो रही है। അതിനകത്തൊക്കെ രേഖാവിന്റെ മക്കളെ കയറ്റിക്കൊണ്ട് വന്നേക്കുന്നു. उसके बीच में उसके अंदर रेखाब के पुत्रों को लेकर आया है। ലിവിയ മോളെ, ഇത് പറയുമ്പോ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നിന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാൻ പറഞ്ഞു. Amen. നീ ഹോസ്റ്റലിൽ പോവല്ലേ, നീ പേടിക്കണ്ടടി. Amen. Hallelujah. ഹനാന്റെ മക്കളുടെ റൂമിൽ അതിനകത്ത് പെന്തക്കോസ്തുകാര് വരെ അശുദ്ധി ചെയ്യുന്നവരുണ്ടാകും, പക്ഷെ നിനക്ക് Amen, രേഖാവിന്റെ amen, amen, മക്കളുടെ കൂട്ട് amen, നിൽക്കാൻ പറ്റുന്ന hallelujah. ആത്മാവ് നിന്നോട് പറയാൻ എനിക്ക് ഹേമം Amen. തരുന്നു. Hallelujah. Praise Lord. Thank you Jesus. ഇതൊന്നും ഞാൻ പറയാൻ വന്നല്ല കേട്ടോ. ये मैं कहने के लिए नहीं आ रहा था। നമ്മൾ എന്തിനാ കുഞ്ഞുങ്ങളെ പേടിക്കുന്നത്? हमें क्यों डरना है? നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും आप दुनिया की कोई भी कोने में रहे, ഒരു ഹോളി ലൈഫ് നയിക്കാൻ പറ്റും. हमें आप एक पवित्र जीवन बिता सकते ഞാൻ हैं। 18 വയസ്സുള്ളപ്പോഴേ യേശുവിനെ സ്വീകരിച്ചു. मैं 18 उम्र पर यीशु को स्वीकार എന്റെ किया। കോളേജ് വിദ്യാഭ്യാസ കാലമായിരുന്നു. मेरे कॉलेज के समय था वो। നല്ലവണ്ണം അടിച്ചു പൊളിച്ചു ജീവിക്കേണ്ട സമയത്ത് യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട് अच्छे से मैं मजे में जी सकता था, वो एंड टाइम पर लाइफ मैंने यीशु को colourless स्वीकार आയിട്ട് किया, മാറി. इसलिए मेरा लाइफ कलरलेस बन गया। ഈ ഉപദേശിയായില്ലേ? 18ാമത്തെ വയസ്സിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഉപദേശിയായില്ലേ? 18 साल में ही पास्टर बन गया। എന്റെ ലൈഫ് കളർലെസ് ആയിട്ട് മാറി. मेरा जीवन कलरलेस बन गया। ഹല്ലേലൂയ. हालेलुया। അന്ന് എന്നെ വളരെ ശക്തീകരിക്കുന്ന ഒരു ചിന്തയായിരുന്നു. उस दिन मेरे को बहुत ही ശ്രദ്ധിച്ചില്ലേ? शक्ति देने वाला एक चिंता इस प्रकार से, ഒത്തിരി വിശുദ്ധന്മാരുടെ ഇടയിൽ बहुत पवित्र लोगों के बीच में, വിശുദ്ധനായി ജീവിക്കാൻ വലിയ എളുപ്പമാണ്. आमेन, उसके बीच में पवित्र बनकर നമ്മുടെ जीना ഹാർവസ്റ്റ് आसान है। മിഷനിലെ ചെറുപ്പക്കാരെല്ലാം നല്ല കുഞ്ഞുങ്ങളാണ്. നിങ്ങളെല്ലാം നല്ല കുഞ്ഞുങ്ങളല്ലേ? हमारे हार्वेस्ट मिशन के सारे बच्चे बहुत अच्छे हैं। ഇവരുടെ ഇടയിൽ ഒരു വിശുദ്ധനായിട്ട് ജീവിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. इनके बीच में पवित्र बनकर जीना कोई कठिन बात नहीं है। ഉണ്ടോ? क्या है क्या? ചുറ്റും എല്ലാം വിശുദ്ധന്മാരാ. क्योंकि चारों ओर पवित्र लोग हैं। പക്ഷേ അശുദ്ധിയുള്ള അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ ആമേൻ, ആമേൻ, വിശുദ്ധനായി ആമേൻ, ജീവിക്കാൻ ആമേൻ, ഇച്ചിരി ആമേൻ। ബുദ്ധിമുട്ടാ. लेकिन अपवित्र लोगों के ऐसे मतलब बीच बोलते में हैं, अयो! पवित्र बनकर जीना थोड़ा मुश्किल है। അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ऐसे ने कहा, क्या कहा कि ഞാൻ हाय അശുദ്ധിയുള്ള मैं एक അധരങ്ങളുള്ള अरिष्ट मनुष्य, മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്നു. मैं अधर्म जुबान रखने वाले लोगों के बीच में रहता हूँ। അവരുടെ വൊക്കാബുലറി ഇങ്ങോട്ട് കയറാൻ സാധ്യതയുണ്ട്. हमें उनका वोकैबुलरी इधर आने का चांसेस है। നമ്മുടെ വിശ്വാസികളുടെ വൊക്കാബുലറിക്ക് പ്രത്യേകതയുണ്ട് അല്ലേ? हमारे विश्वासियों का वोकैबुलरी में भी फर्क है। ഞാൻ ആദ്യമായിട്ട് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രസംഗിച്ചപ്പോൾ मैं पहली बार जब राजनीति में प्रचार किया, ഞാൻ പ്രസംഗമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കോളേജിൽ ഇലക്ഷന്റെ സമയം കേട്ടോ, ആദ്യത്തെ പ്രസംഗം എന്റെ ഫസ്റ്റ് പ്രസംഗം. मेरा पहला पॉलिटिक्स में पहला मेरा प्रचार था। പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ वो प्रचार करने के बाद ഞങ്ങളുടെ അന്നത്തെ ഒരു സ്റ്റുഡന്റ് ലീഡർ ഉണ്ടായിരുന്നു, ഡയസ് ഇടുക്കുള എന്ന് പറഞ്ഞു. ഡയസ് ഇടുക്കുള ഇന്ന് അദ്ദേഹം കേരള കോൺഗ്രസിന്റെ ഒക്കെ ഒരു നേതാവാണ്. तो उस टाइम का जो स्टूडेंट लीडर था, അയാൾ എന്നോട് വന്നിട്ട് ചോദിച്ചു, उसने आकर मुझसे पूछा, നീ എന്തോടാ പെന്തക്കോസ്തുകാരനാണെന്ന് ചോദിച്ചു. तू क्या पेंटेकोस्त वाला है क्या? कारण നമ്മുടെ വൊക്കാബുലറിക്കകത്ത് പെന്തക്കോസ്റ്റ് ഉണ്ട്. क्योंकि हमारे वोकैबुलरी में, हमारे शब्दों में भी पेंटेकोस्त അന്നത്തെ की, പ്രസംഗം അന്ധകാരവും ഇരുട്ടിന്റെ ശക്തിയൊക്കെ ആയിരുന്നു. क्योंकि उस दिन भी मेरा प्रचार अंधकार और अंधकार की ताकतों के बारे में था। ഇത് ഹിന്ദിയിൽ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. हिंदी में ट्रांसलेट कैसे करूंगी पता नहीं। പറയുമ്പോൾ പെന്തക്കോസ്തുകാർ സംസാരിക്കുമ്പോൾ मलयालम में जब पेंटेकोस्त लोग बोलते हैं, ഇപ്പം കേരളത്തിൽ നിന്ന് ബോംബെക്ക് വന്നെന്ന് പറയണമെങ്കിൽ അവർ അങ്ങനെ പറയത്തില്ല. केरला से बॉम्बे आया अगर बोलना है तो वे वैसा नहीं അവർ बोलेंगे। പറയും കേരളത്തിന്റെ പ്രദേശത്ത് നിന്ന് മുംബൈയുടെ പ്രദേശത്തേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിച്ചു എന്നൊക്കെ പറയത്തുള്ളൂ. बहुत ज्यादा वोकैबुलरीज ऐड करके मॉडिफाई करके बोलते हैं। केरला का देश है, मुंबई का देश में आने के लिए प्रभु ने हमें मदद किया. ऐसे ही बोलते हैं हम सीधा बोलेंगे नहीं मैं केरला से मुंबई आया. हम ऐसे बोलने वाले नहीं, हम प्रदेश देश सब बता के क्या ना हाल थोड़ा बहुत आत्मिक वोकाबुलरी इस्तेमाल करके हम बात करने वाला लोग हैं. സ്പിരിച്വൽ വൊക്കാബുലറീസ് യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നവരാണ് നമ്മൾ. अपने बोली से पता मिलेगा हम വിശ്വാസിയെ. നമ്മുടെ സംസാരം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും നാം ഒരു വിശ്വാസിയാണെന്ന്. ഒത്തിരി വിശുദ്ധന്മാരുടെ ഇടയിൽ വിശുദ്ധനായി ജീവിക്കാൻ എളുപ്പമാണ്. पवित्र लोगों के बीच में पवित्र बनकर जीना बहुत आसान है. പക്ഷേ അശുദ്ധന്മാരുടെ ഇടയിൽ വിശുദ്ധനായി ഒറ്റയ്ക്ക് ജീവിക്കുക അത് വലിയ ചലഞ്ചാണ്. लेकिन अपवित्र लोगों के बीच में अकेला एक व्यक्ति पवित्र बनकर जीना वो मुश्किल है. രക്ഷിക്കപ്പെട്ട ഡിഗ്രിക്ക് പഠിക്കുന്ന സമയങ്ങളിൽ मैं उद्धार प्राप्त करने के बाद जब डिग्री पढ़ रहा था, പാസ്റ്റർ ആയിരുന്നു ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ. तो उस टाइम केएम पीटर पास्टर थे हमारे
हमारे चर्च के पास्टर, ഡയലോഗ് ആയിരുന്നു. उनका हमेशा बोलने वाला एक डायलॉग था, ഒത്തിരി വിശുദ്ധന്മാരുടെ ഇടയിൽ വിശുദ്ധനായി ജീവിക്കാൻ എളുപ്പമാ, പക്ഷേ അശുദ്ധന്മാരുടെ ഇടയിൽ വിശുദ്ധനായി നിൽക്കണമെന്ന് അദ്ദേഹത്തിന്റെ സ്ഥിരം ഡയലോഗ് ആയിരുന്നു. वे हमेशा ऐसे कहा करते थे कि पवित्र लोगों के बीच में पवित्र बनकर जीना आसान है, लेकिन अपवित्र लोगों के बीच में पवित्र बनकर जीना അത് है. ഞാൻ ഏറ്റെടുത്തു. तो मैंने उसे रिसीव कर അപ്പോൾ लिया. എനിക്ക് ഏത് സാഹചര്യത്തിലും എനിക്ക് വിശുദ്ധനായി ജീവിക്കണം. तो मैंने कहा कि मुझे कोई परिस्थिति हो, मुझे पवित्र बनकर जीना है, എനിക്ക് വിശുദ്ധനായി ജീവിക്കണം. मुझे पवित्र बनकर जीना My है, God, എനിക്ക് വിശുദ്ധനായി मुझे ജീവിക്കണം. पवित्र बनकर जीना है. കുഞ്ഞുങ്ങളെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? बच्चों, मैं कहना चाहता हूँ कि आप किस परिस्थिति में भी बैठे हो, രേഖാബിന്റെ മക്കളെ പോലെ रेखाब के पुत्रों you can जैसा take a decision. आप एक निर्णय ले I लो, will not defile myself. मैं अपने आप को अशुद्ध होने नहीं ഓ दूंगा. രേഖാബ് വിഗ്രഹം പറയുക, रेखाब के पुत्रों ഞങ്ങളുടെ बोलते हैं, അപ്പനായ രേഖാബിന്റെ മകൻ യോനാദാബിനോട് ഞങ്ങൾ ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. हमारा पिता जो योनादाब है उसके साथ हमने एक शपथ खाई है. आमेन, हालेलुया. Thank you Jesus. നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടോ? क्या आप सब सुन रहे हो? ഇപ്പോഴത്തെ ഹനാന്റെ മക്കൾ അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുക. अभी हनान के जो बच्चे वो अपनी मर्जी में जी रहे हैं. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ചർച്ചിലെ യൗവനക്കാരോട് പറയുക, मैं मेरे चर्च के नौजवानों से कहना വലിയ चाहता വലിയ हूँ, പാസ്റ്റർമാരുടെ മക്കൾ ദൈവത്തെ ഉപേക്ഷിച്ച് ജീവിക്കും കേട്ടോ. बड़े बड़े पास्टर्स के बच्चे लोग നീ പറയുക, परमेश्वर को കേട്ടോ, ठुकरा कर അവരൊക്കെ जी रहे എങ്ങനെയാണെന്ന്, हैं. അവരൊക്കെ എങ്ങനെയാണ്? हम कह सकते हैं कि देखो उनको, देखो वे ഇരിക്കുന്ന वैसे ഹോസ്റ്റലിൽ हैं. പാസ്റ്റർമാരുടെ മക്കൾ വെള്ളം അടിക്കുമായിരിക്കും, हो सकता है कि पास्टर के बच्चे भी शराबी होंगे, സിഗരറ്റ് വലിക്കായിരിക്കും. वे स्मोकिंग करते होंगे, പക്ഷെ നീ പറയണം, लेकिन आपको कहना ഹനാന്റെ है, മക്കളുടെ മുറിക്കകത്ത് വെച്ച് രേഖാവിന്റെ Amen, മക്കൾ പറയുകയാണ്, हालेलुया. ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല. हनाब के Take a decision. पुत्रों के रूम के अंदर हमें रेखाब के बच्चे कहते कि मैं ऐसा नहीं करूंगा. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയാണെങ്കിലും വിശ്വാസത്തിന് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ തീരുമാനമെടുത്താൽ, आप जहां कहीं पे भी है उसके बीच में एक पवित्रताई जीवन बिताने ദൈവം തന്റെ പുസ്തകത്തിൽ അത് എഴുതി വെക്കും. परमेश्वर अपने पुस्तक पर वो लिख रखेगा. ഭൂലോകത്തിലെങ്ങും ഉണ്ടാകാനുള്ള കഷ്ടതയുടെ നടുവിൽ നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. सारी धरती पर जब कष्ट होगा उसके बीच में सिर्फ तुम्हारे लिए एक सुरक्षा बनी रहेगी. യിരെമ്യാവിനോട് ചേർന്ന് നിന്ന ബാരൂക്കിന് यिर्मयाह के साथ जुड़कर खड़े ഒരു होने वाला പ്രൊട്ടക്ഷൻ बारूक से ഉണ്ടായതുപോലെ एक जैसा सुरक्षा बनी रही थी. ഏദേൻ മേലെക്കിന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായതുപോലെ एदेन मेलेक को जैसा एक सुरक्षा बनी रही. ഇവിടെ രേഖാബ്യ ഗ്രഹത്തോട് പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത്? यहाँ पर रेखाब के घराने से पवित्र आत्मा क्या कह रही ആ है? അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ വായിക്കുമ്പോൾ उसी अध्याय की आखिरी आयतों पर हम देख सकते हैं. 18ാമത്തെ വാക്യം, 18 आयत, chapter 35 verse 18. Hallelujah. 35:18. Then Jeremiah said to the family of the Rekhabites, और रेखाबियों के घराने से यिर्मयाह ने कहा, this is what the Lord Almighty, the God of Israel says. इस्राएल का परमेश्वर यहोवा यूं कहता है, You have obeyed the command of your forefather Jonadab इसलिए कि तुमने जो अपने पुरखा योनादाब की आज्ञा मानी and have followed all his instructions and have done everything he ordered. और उनकी सब आज्ञाओं को मान लिया और जो कुछ उससे कहा और उसके अनुसार Therefore, काम this किया. is what the Lord Almighty, the God of Israel says. इसलिए इस्राएल का परमेश्वर सेना का यहोवा यूं कहता है, Jonadab son of Rechab will never fail to Amen. have a descendant to serve me. रेखाब के पुत्र योनादाब के वंश में सदा ऐसा जन पाया जाएगा जो मेरा सम्मुख खड़ा रहेगा. നിന്റെ അപ്പന്മാരുടെ വഴിയിൽ വിശുദ്ധിക്ക് വേണ്ടി വേർപാടിന് വേണ്ടി കുഞ്ഞെ നീ നിന്നാൽ നാളെ ഒരു കാലത്ത് നിന്റെ കുടുംബത്തിൽ നിന്ന് അസാധാരണ അഭിഷേകവുമായി ചിലതിനെ ദൈവം ഉപയോഗിക്കുമെന്ന്. आमीन. आपके पिता ने कही हुई बातों की आज्ञा मानने की वजह से और उस पर डट कर खड़े होने की वजह से तेरे पीढ़ी में से भी कोई न कोई एक व्यक्ति परमेश्वर की सेवा के लिए उठ खड़े होंगे. ദൈവത്തിന്റെ വാഗ്ദത്തം परमेश्वर की നിന്റെ प्रतिज्ञा മക്കളെ കളക്ടറാക്കാവുന്നല്ല, वो आपको कलेक्टर बनाएंगे करके नहीं, നിന്റെ മക്കളെ ഡോക്ടറാക്കാവുന്നല്ല, आपके बच्चों को डॉक्टर बनाएंगे करके നിന്റെ नहीं, മക്കളെ രാജാവാക്കാവുന്നല്ല. आपके बच्चों को राजा बनाएंगे करके नहीं. ദൈവത്തിന്റെ വാഗ്ദത്തം परमेश्वर की प्रतिज्ञा നിന്റെ കുടുംബത്തിൽ നിന്ന് എന്നെ ശുശ്രൂഷിക്കുന്നവരുണ്ടാവുമെന്ന്. तेरे परिवार के अंदर से परमेश्वर की सेवा करने वाले पैदा होंगे. കളക്ടറെ കാട്ടിൽ ഡോക്ടറെ കാട്ടിൽ വലിയവനെ കർത്താവിന്റെ വേലക്കാരൻ. आमीन. कलेक्टर से भी डॉक्टरेट से भी बड़ा है परमेश्वर की सेवा करने वाला व्यक्ति. ആണോ ദൈവമക്കളെ? है कि नहीं प्रियो? കർത്താവിന്റെ
കണ്ണിൽ അങ്ങനെ കേട്ടോ. परमेश्वर का काम वैसा കർത്താവ് है। രേഹാബ് വിഗ്രഹത്തിന് കൊടുക്കുന്ന പ്രതിഫലം നിങ്ങൾ നോക്കിക്കേ. परमेश्वर रेखाब के पुत्रों को देने वाला प्रतिफल जरा നിന്റെ देखो। കുടുംബത്തിൽ നിന്ന് എന്നെ ശുശ്രൂഷിക്കുന്നവർ ഇല്ലാതെ പോകത്തില്ല. ഒരു in every generation there will be someone to serve me from your household. तेरी हर पीढ़ी में से कोई ना कोई कम से कम एक व्यक्ति तो रहेगा जो परमेश्वर के सम्मुख उसकी सेवा करता रहेगा। അല്ലെ കൈവച്ച് അങ്ങ് സ്വീകരിച്ചാട്ടെ. इसे हाथ रख कर इसे स्वीकार കർത്താവ് करो। എന്റെ കുടുംബത്തിൽ നിന്ന് परमेश्वर मेरे തലമുറ परिवार से തലമുറയായി पीढ़ी पीढ़ी ശുശ്രൂഷിക്കുന്ന ഒരു കൂട്ടം ഉണ്ടാകണമെന്ന്. सेवा करने वाला एक झुंड खड़े होने पाए। ഹേ, ओ रबा शदनबा। ഏലിയുടെ പുത്രന്മാരെ തള്ളിക്കളഞ്ഞപ്പോൾ एली के पुत्रों को जहां पर हटा दिया ആലയത്തിൽ गया, അശുദ്ധി ചെയ്ത ആ ശുശ്രൂഷക വൃന്ദത്തെ തള്ളിക്കളഞ്ഞപ്പോൾ आलय के अंदर अपवित्र किया हुआ लोग बच्चों को जब ഒരു ठुकरा രേഖാ दिया, വിഗ്രഹത്തോട് പരിശുദ്ധാത്മാ പറയുക, एक रेखाब के घराने से पवित्र आत्मा നിന്റെ कहती है, കുടുംബത്തിൽ നിന്ന് ശുശ്രൂഷകന്മാർ അറ്റുപോകത്തില്ലെന്ന്. आमेन। तेरे परिवार से तेरे वंश में से सेवक लोग की कमी नहीं അതിൽ होगी। കൂടുതൽ വലിയ ഭാഗ്യമില്ല കേട്ടോ. उससे बड़ा सौभाग्य കരങ്ങളെ कुछ और ശക്തമായി അടിച്ച് नहीं കർത്താവിനെ है। സ്തുതിച്ചാട്ടെ. हाथ ताली बजाकर परमेश्वर की महिमा करे। എനിക്ക് ഇഷ്ടപ്പെട്ട യിരെമ്യാവിന്റെ പുസ്തകത്തിൽ ഒരു കാര്യം, यिर्मयाह में पसंद आने वाला सबसे बड़ा वचन, കർത്താവിന് വേണ്ടി നിൽക്കുന്നവനെ, परमेश्वर के लिए जो खड़ा होता പ്രതികൂലങ്ങളുടെ है, നടുവിൽ നിൽക്കുന്നവനെ प्रतिकूल के बीच में खड़ा होने वालों को പ്രത്യേകമായി കർത്താവ് സൂക്ഷിക്കും. हमने खास सुरक्षा उसके ऊपर रहेगी। പ്രശ്നം വരത്തില്ലെന്നല്ല, प्रतिकूल नहीं आएगी करके പക്ഷെ नहीं। നിന്റെ പ്രാണൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ആമേൻ, നിന്നെ ആമേൻ, ആമേൻ, കർത്താവ് ആമേൻ. സൂക്ഷിക്കുമെന്ന്. तेरे प्राण को जिस प्रकार से लूट हमें वापस मिलती है वैसा परमेश्वर सुरक्षा നിനക്കെതിരെ रखेगा। ആയുധങ്ങൾ ഉണ്ടാക്കും. तेरे खिलाफ में बहुत सारे ആയിരങ്ങൾ हथियार നിനക്കെതിരായി വരും. बनेंगे। हथियार तेरे विरुद्ध आएंगे। ആയിരങ്ങൾ നിനക്കെതിരായി വരും. 1000 लोग तेरे विरुद्ध നിന്റെ आएंगे। വശത്ത് 1000, നിന്റെ വലതുവശത്ത് 10,000 വീഴും. तेरे एक तरफ 1000 और दूसरी तरफ 10,000 പക്ഷെ അതിന്റെ നടുവിൽ നിന്ന് എസ്കേപ്പ് ആകുമെന്ന്. लेकिन उसके बीच में भी तू बच നിന്റെ जाएगा। പ്രാണൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ. तेरा प्राण जैसे लूट मिलती है उस प्रकार से കരങ്ങളെ ശക്തമായി അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथ ताली बजाकर परमेश्वर की ആത്മാവിൽ അല്പസമയങ്ങൾ സംസാരിച്ചാട്ടെ. ओ थोड़ी देर आत्मा में बात करने लगे। ആത്മാവിൽ അല്പസമയങ്ങൾ ആത്മാവിൽ സംസാരിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരങ്ങൾ വീണാലും 10,000 വീണാലും വലയമനിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. ആയിരങ്ങൾ വീണാലും 10,000 വീണാലും വലയമനിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. അസാധ്യമായ എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ. സകലവും ഇന്ന് എനിക്ക് സാധ്യമാകുവാൻ നിന്റെ യേശുവിൻ്റെ അത്ഭുതം നാമമുണ്ടല്ലോ. അസാധ്യമായ എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ. സകലവും ഇന്ന് എനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതം നാമമുണ്ടല്ലോ. ആയുധങ്ങൾ ഫലിക്കയില്ല, ഒരു തോൽവിയും ഇനി വരികയില്ല. ആയുധങ്ങൾ ഫലിക്കയില്ല, ഒരു തോൽവിയും ഇനി വരികയില്ല. എന്നെ ശക്തനായി മാറ്റിടുവാൻ ആത്മബലം എൻ്റെ ഉള്ളിലുള്ളതാ. എന്നെ ശക്തനായി മാറ്റിടുവാൻ ആത്മബലം എൻ്റെ ഉള്ളിലുള്ളതാ. ഓ, അസാധ്യമായ എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്ന് എനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമ നാമമുണ്ടല്ലോ. ഓ, അസാധ്യമായ എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്ന് എനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമ നാമമുണ്ടല്ലോ. സകലവും ഇന്ന് എനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമ നാമമുണ്ടല്ലോ. ആയിരങ്ങൾ വീണ
പതിനായിരങ്ങൾ വീണാലും വലയമായി നിന്നെ കാത്തിടുവാൻ ദൂതന്മാരുണ്ടരികിൽ. ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമായി നിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. ഹല്ലേലൂയ. हालेलुया। ആയിരങ്ങൾ വീണാലും हजारों പതിനായിരങ്ങൾ गिरेंगे, വീണാലും 10,000 गिरेंगे। ഹല്ലേലൂയ. हालेलुया। കർത്താവിന്റെ കൂടെയുണ്ട്. परमेश्वर मेरे साथ है। ആയുധങ്ങൾ ഫലിക്കത്തില്ല. हथियार हमारे खिलाफ वो प्रबल नहीं होंगे। ദൈവത്തിന് വേണ്ടി നീ വിശ്വസ്തയോടെ നിന്നാൽ परमेश्वर के लिए अगर आप विश्वास योग्यता के साथ खड़े रहेंगे നിനക്കൊരു പ്രത്യേക പ്രൊട്ടക്ഷൻ तो आपके लिए खास सुरक्षा है। കർത്താവ് ഈ വചനം ഞങ്ങൾ ഇങ്ങ് എടുക്കുക. परमेश्वर हम इस वचन को स्वीकार करते ചർച്ചിന് വേണ്ടി हैं। സ്വീകരിക്കുക. एवं हम कलीसिया के लिए इस वचन को स्वीकार करते ഭൂലോകം हैं। മുഴുവൻ ഉണ്ടാകുന്ന കഷ്ടത്തിന്റെ നടുവിൽ सारी धरती की होने वाली प्रतिकूल के बीच में ആ കൂശ്യനായ ആ വ്യക്തിയോട് യിരെമ്യാവ് എന്താ പറഞ്ഞത്? ഏദൻ മേലേക്ക് എന്താ തെറ്റല്ലേ? ഏദൻ മേലേക്കിനോട് എന്താ പറഞ്ഞത്? उस येदेन मेलेक जो खुशी व्यक्ति है उससे यिर्मयाह ने क्या അവനോട് कहा? പറയുക, उसे कहते നീ हैं പാർക്കുന്ന പട്ടണത്തിൽ तू रहने वाला उस വലിയ नगर തിന്മ में ഉണ്ടാകാൻ പോവില്ല. हानि होने वाली है, പക്ഷെ നീ സൂക്ഷിക്കപ്പെടും. लेकिन तू बचाया जाएगा। നിങ്ങൾ പറഞ്ഞാട്ടെ, आप कहो ഞങ്ങൾ പാർക്കുന്ന ദേശത്ത് എന്ത് സംഭവിച്ചാലും हम रहने वाले शहर में कुछ भी होने ഞങ്ങൾക്ക് दे, വേണ്ടി ചില പ്രൊവിഷൻ ഉണ്ടാകും. हमारे लिए परमेश्वर कुछ प्रबंध करेगा। ചില പ്രൊവിഷൻ ഉണ്ടാകും. हमारे लिए कुछ प्रबंध ഞങ്ങൾക്ക് होगा। വേണ്ടി ചില പ്രൊവിഷൻ ഉണ്ടാകും. हमारे लिए कुछ प्रबंध होगा। ഇവിടെ റിസെഷൻ ഉണ്ടാകട്ടെ. റിസെഷൻ മന്തി फेमाइन आने दो, മന്തി എക്കണോമിക് റിസെഷൻ മന്തി. मंदी होने दो। ഹല്ലേലൂയ. हालेलुया। ഇവിടെ ക്ഷാമം വരട്ടെ, यहाँ पर अकाल होने दो, എന്തും വരട്ടെ, कुछ भी होने दो, എനിക്ക് വേണ്ടി ദൈവം ചെയ്തത്. मेरे लिए परमेश्वर करेगा। ഏലിയാവിന് വേണ്ടി ചെയ്തില്ലേ? एलिया के लिए किया ना, നമുക്ക് വേണ്ടി ചെയ്യും. हमारे लिए भी करेगा। ഹല്ലേലൂയ. हालेलुया, आमेन, हालेलुया। കാക്കയെ കൊണ്ട് പോറ്റും. आमेन, कौवा से खिलाएगा। ഹല്ലേലൂയ. आमेन, കാക്കയെ കൊണ്ട് हालेलुया। പോറ്റും. कौवा से खिलाएगा। പോറ്റുമോ? आमेन, खिलाएगा ना। നീ വിശ്വസിക്കുന്നേ? आप विश्वास करो, എനിക്ക് വേണ്ടി കർത്താവ് എന്തെങ്കിലും ഒരു വഴി തുറക്കുമെന്ന് വിശ്വസിക്കുക. मेरे लिए परमेश्वर कुछ ना कुछ द्वार खोलेगा। ഈ വചനം Amen. ഞങ്ങൾ സ്വീകരിക്കുക इस കർത്താവ്. वचन को हम स्वीकार करते हैं। ഞങ്ങൾക്ക് ഭയമില്ല. हमें भय नहीं है। നാളെ എന്ത് നടക്കുമെന്ന് ഭയമില്ല. कल क्या होगा सोच कर ഭാവി भय नहीं നശിക്കുന്നു है। ഭയമില്ല. हमें बिल्कुल भय नहीं है। ഭാവി നശിക്കുന്നു ഭയമില്ല. हमारा भावी नाश होगा करके भय नहीं ഞങ്ങൾക്കറിയാം है। കർത്താവ് എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. हम जानते हैं परमेश्वर मेरे लिए कुछ न कुछ तो प्रबंध ഇന്നലെ करेगा। ഞാൻ പറഞ്ഞു, कल मैंने कहा നിങ്ങൾ പുറമോട്ടൊന്ന് നോക്കിക്കേ. आप पीछे मुड़कर जरा देखिए, നിങ്ങൾ നടന്ന വഴിയൊന്ന് നോക്കിക്കേ. आप जिस रास्ते से आए हो उस रास्ते में यज्ञ पीछे करता मुड़कर हूँ, देखिए നടത്തിയത്. कैसे कैसे परमेश्वर ने हमें चलाया है। ഭൂതങ്ങളിലൂടെ എല്ലാം നടന്നത്. अद्भुत तरीके से परमेश्वर ने हमें चलाया കാക്കയെ है। കൊണ്ട് നിങ്ങളെ പോറ്റിയിട്ടില്ലേ? कौवा से क्या परमेश्वर ने आपको भी खिलाया കാക്കയെ है ना? കൊണ്ട് നിങ്ങളെ പോറ്റിയിട്ടില്ലേ? कौवा से परमेश्वर ने आपको भी खिलाया കലത്തിലെ है മാവ് ना? കുറഞ്ഞു പോകാതെ സൂക്ഷിച്ചിട്ടില്ലേ? हमारे घर की आटा में कमी नहीं होने दिया ना? കലശത്തിലെ എണ്ണ കുറഞ്ഞു പോകാതെ സൂക്ഷിച്ചിട്ടില്ലേ? हमारे कुप्पी में तेल कम होने नहीं दिया। ശഖനരഥനേ. അവൻ നമ്മെ നടത്തിയില്ലേ ദൈവമക്കളെ? क्या वो हमें नहीं चलाया प्रियो? നിങ്ങൾ തിരിഞ്ഞൊന്ന് നോക്ക്. കഴിഞ്ഞ 10, 30, 40 വർഷം 50 വർഷം എങ്ങനെ നിങ്ങൾ നടന്നു? आप पीछे मुड़कर जरा देखिए अपना 30, 40, 50 साल परमेश्वर ने हमें कैसे चलाता आया है। ഇന്നും നിങ്ങളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ आज भी अगर परमेश्वर हमें खड़ा करवाया है तो ഈ ദൈവം നിങ്ങളെ ഇനിയും പരിപാലിക്കാൻ വിശ്വസ്തനാണ്. ये परमेश्वर हमें और भी रखवाली करने के लिए वो सामर्थ्य है। എബനേസറാ, वो हमारा एबेनेजर है। എബനേസറാ, वो हमारा एबेनेजर एबेनेजरा। है। आमेन, वो हमारा എബനേസറാ. एबेनेजർ है। അടുത്ത് നിൽക്കുന്ന ആൾക്ക് आमेन, കൈ കൊടുത്തിട്ട് പറ, എബനേസറാ. अपने पड़ोसी को हाथ अब देकर तक कहो संभाला परमेश्वर, कि वो मेरा एबेनेजर अब है। तक चलाया परमेश्वर, इതുവരെ നടത്തിയ आगे भी चलाने के लिए विश्वासियों की है. മുമ്പോട്ട് നടത്തുവാൻ എബനേസറാ, एबेनेजर है। എബനേസറാ. एबेनेजर है।
പാടാമോ? Can you sing with us? अब तक है वो चलाया मुझे എബനേസറായിട്ട് കൂടെ ഇരിക്കുന്നത്. वो एबनेसर बनकर साथ रहेगा. ഇന്ന് വരെ പരിപാലിച്ച കർത്താവ് आज तक चलाया परमेश्वर നിങ്ങളെ നടത്തും. आपको और भी. ഈ ആരാധന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ इस आराधना के बाद जब आप लौट कर जाओगे, ആരും ഒരു ടെൻഷൻ കൊണ്ട് പോകണ്ട. आप में से कोई भी दुख के साथ नहीं जाना, വലിയ വിശ്വാസത്തോട് പോകണം. बड़े विश्वास के साथ जाना. എന്നെ നടത്തിയ കർത്താവ് मुझे आज तक चलाया परमेश्वर और भी आगे चलाएगा, എന്നെ ഇനി നടത്തും. और भी आगे वो चलाएगा. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ ഞാൻ എടുത്ത വചനം പറയാൻ എനിക്ക് പറ്റിയില്ല. यिर्मयाह से निकालो वचन मैं अभी तक बोल नहीं पाया. 12:5 പറയാൻ यिर्मयाह 12:5 बोलने वाला था. ആളുകളോട് കൂടെ ഓടിയിട്ട് കുതിരപ്പടയോട് കൂടെ എങ്ങനെ ഓടി ഇതെടുത്ത് വെച്ചേക്കും. മൂന്ന് മെസ്സേജ് പറഞ്ഞു. 3 മെസ്സേജിലും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. मनुष्य के साथ दौड़कर अगर थक गया तो घोड़ों के साथ कैसा दौड़ेगा, वो वचन कहना था. നമ്മുടെ മെസ്സേജിനെ മാറ്റിട്ട് പരിശുദ്ധാത്മാവ് Amen. നമ്മുടെ Yes, മെസ്സേജിനെ amen, ഹൈജാക്ക് amen, ചെയ്യും. amen, amen. हमारा संदेश को पवित्र आत्मा हटाकर पवित्र आत्मा हमारे संदेश को हाईजैक कर लेता है. Amen. Thank you Father. ദൈവമക്കളിൽ ചിലര് ചില ചോദ്യം കൊണ്ട് വന്നിരിക്കുക. आमिर आज यहाँ पर परमेश्वर कुछ बच्चे कुछ प्रश्नों के साथ आए थे. കർത്താവ് എന്നോട് പറഞ്ഞതാണ് നീ പ്രിപ്പയർ ചെയ്തതൊക്കെ സൈഡിലോട്ട് മാറ്റി വെക്ക്. ഇന്ന് എനിക്ക് എന്റെ മക്കളോട് സംസാരിക്കാനുണ്ടെന്ന്. परमेश्वर आत्मा ने मुझसे कहा कि जो प्रिपेयर करके संदेश को बाजू में रख ले, मेरी प्रजा से मुझे बात करने को है. പരിശുദ്ധാത്മാവ് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യോട് പറഞ്ഞിട്ട് നിർത്തുക. आमिर पवित्र आत्मा ने स्टेज पर जब खड़ा था तो कहा हुआ एक बात कहकर यहाँ पर रोकता हूँ. യിരെമ്യാവ് 11 നിന്നൊന്ന് വായിക്കാൻ പറഞ്ഞു. परमेश्वर कहा कि यिर्मयाह 11 अध्याय से पढ़ने के लिए. യിരെമ്യാവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഡെത്ത് ത്രെട്ട് ആണ്. ഹല്ലേലൂയ. वो यिर्मयाह के जीवन का ഫസ്റ്റ് मृत्यु का एक डर ത്രെട്ട് എന്തായാലും പറഞ്ഞേ डेथ थ्रेट था. ധംകി. मृत्यु का पहला धमकी था. ആദ്യമായിട്ട് യിരെമ്യാവിനോട് ആളുകൾ പറയാൻ നിന്നെ കൊല്ലാൻ പോവാ. हमें पहली बार यिर्मयाह से लोग कह रहे कि तुझे हम मारने जा रहे ഇത് हैं. കേട്ടിട്ട് യിരെമ്യാവ് ക്ഷീണിച്ചു പോയത് കേട്ടോ. ये सुनकर यिर्मयाह डर गया था, थक गया था. ഏലിയാവിനോട് ഒരു സ്ത്രീ പറഞ്ഞു നിന്നെ കൊല്ലാൻ പോവാന്ന്. मैंने कल कहा कि एलिय्याह से एक स्त्री ने कहा कि मैं तुझे मार डालूंगा. सक्सेसफुल प्रॉफिट एक सक्सेसफुल भविष्यवक्ता था वो. मरीचा मदी आकाश में से अग्नि को उतारा भविष्यवक्ता भी कह रहा है कि हाय मुझे मरना है. 11 അധ്യായം പ്രവചിച്ച ശേഷം 11वां अध्याय भविष्यवाणी देने के बाद में God is first death threat in his life. यिर्मयाह का पहला मृत्यु की धमकी. ആദ്യമായിട്ട് അവനെ വിളിച്ചിട്ട് പറയാ. पहली बार उसको बुलाकर कह रहे അവന്റെ हैं. ആൾക്കാർ പറയാ. लोग उसे कहते हैं. ആരാന്നറിയാമോ? कौन कह रहा है? നാഥോത്തുകാർ.
अनादोत के लोग അവര് വിളിച്ചിട്ട് പറയാ वे लोग बुलाकर कहते हैं നിന്നെ കൊല്ലാൻ പോവാ. हम तुझे मारने जा रहे हैं। സ്വന്തം ഗ്രാമക്കാര് പറയാ. खुद के गांव के लोग അവര് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട് കേട്ടോ. वो लोग कहने वाले एक सेंटेंस है। എന്താ യിരെമ്യാവിനോട് പറയുന്നതെന്ന് അറിയാമോ? क्या यिर्मयाह से कहते हैं? അവന്റെ പേർ ആരും ഓർക്കാതിരിക്കേണ്ടതിന് उसका नाम कोई स्मरण न रखने के लिए, ये किसी के लिए वाणी है। അവന്റെ പേർ ഓർക്കാതിരിക്കേണ്ടത് उसका नाम कोई स्मरण न നാം रखे। വൃക്ഷത്തെ ബലത്തോടു കൂടെ നശിപ്പിച്ച് 19 വാക്യം 11:19 11 का 19 11:19 അവന്റെ പേർ ആരും ഓർക്കാതിരിക്കേണ്ടതിന് उसका नाम कोई भी याद नहीं रखने के लिए വൃക്ഷത്തെ ബലത്തോടു കൂടെ നശിപ്പിച്ച് मैं उसको वृक्ष को फल के साथ उखाड़ दूंगा ഛേദിച്ചു കളക എന്നിങ്ങനെ അവർ എന്റെ നേരെ ഉപായം നിരൂപിച്ചു. और जीवितों के बीच में से काट डालने का उन्होंने तय किया। ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമാണ്. क्या आपका वृक्ष जो फल लेकर आने वाला वृक्ष है? ഫലവന്ത വൃക്ഷേ നിങ്ങൾ ഫലപ്രദമായ ഒരു വൃക്ഷമാണോ? കഹരെ പിശാച് പറയുകയാ उसको हम जड़ से उखाड़ेगा. അതിനെ ഞാൻ വേരോടെ പറിച്ചു കളയും, उसका नाम भी मिटा डालेगा. പേര് വരെ തുടച്ചു നീക്കും. This is the plan of the devil. അതാണ് പിശാചിന്റെ പദ്ധതി. ये कौन कहा? ഇതാരാ പറയുന്നത്? अनादोत का लोग कहा. അനാദോത്തിന്റെ ആൾക്കാർ പറയുകയാ. उन्होंने मुझे आज सुबह कुछ कहा. പക്ഷെ ഇന്ന് രാവിലെ ദൈവാത്മാവനോട് പറഞ്ഞു, कहा ദൈവാത്മാവ് हे പറഞ്ഞു, यिर्मयाह, अगर आप विश्वासी होगे तो യിരെമ്യാ നീ വിശ്വസ്തനാണെങ്കിൽ तेरे लिए मैं प्रतिफल रखने वाला हूं. നിനക്ക് വേണ്ടി ഒരു പ്രതിഫലമുണ്ട്. ബാരൂക്കിന് മാത്രമല്ല പ്രതിഫലം. केवल बारूक को ही नहीं है प्रतिफल, മേലേക്കിന് മാത്രമല്ല പ്രതിഫലം. एदेन मेलेक जो खुशी है केवल उसको ही नहीं है രേഖാബിന്റെ प्रतिफल, ഗ്രഹത്തിന് മാത്രമല്ല പ്രതിഫലം. रेखाब के घराने को ही नहीं है എന്റെ प्रतिफल। വചനത്തിന് വേണ്ടി നിൽക്കുന്ന യിരെമ്യാവേ, നിനക്കൊരു പ്രതിഫലമുണ്ട്. मेरे वचन के लिए खड़े होने वाला है यिर्मयाह, तुझे भी प्रतिफल है। കൊല്ലുന്ന ഭീഷണി കേട്ട യിരെമ്യാവേ, നിനക്കൊരു പ്രതിഫലമുണ്ട്. मार डालूंगा ऐसा धमकी सुनने वाला है यिर्मयाह, तुझे भी एक वाणी है, प्रतिफल है। എന്താ പ്രതിഫലം എന്നറിയാമോ? क्या है वो प्रतिफल? 32 അധ്യായത്തിൽ 32 चैप्टर ദൈവം में യിരെമ്യാവിനോട് പറഞ്ഞു, परमेश्वर यिर्मयाह से कहते हैं നിന്റെ അനാഥോത്തിലെ നിന്റെ ചിറ്റപ്പന്റെ വയലിങ് വാങ്ങിക്കാൻ പറഞ്ഞു. ഇളയപ്പന്റെ വയല് तेरे अनादोत में ചാച്ചാക്ക. चाचा का खेत खरीद ले, ഇളയപ്പന്റെ വയലിങ് വാങ്ങിക്കാൻ പറഞ്ഞു. ആധാരം എഴുതാൻ പറഞ്ഞു. वो खेत खरीद कर आधार लिखने के लिए कह दिया। സാക്ഷികളെ വെച്ച് എഴുതിച്ച് ബാരൂക്കിന്റെ കൈ കൊടുക്കാൻ പറഞ്ഞു. आमेन, उसको उसका आधार लिख कर बारूक के हाथ में देने के लिए कहा। എന്നിട്ട് ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, और परमेश्वर ने यिर्मयाह से कहा 15 32:15 32:15 ഈ ദേശത്ത് इस देश में, വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയവും ചെയ്യും. इस देश में घर और खेत और दाख की बारियां फिर नमक्कले। बेची और मोल ली जाएगी। नमक्कले। हे बच्चों, പ്രോപ്പർട്ടി ഇങ്ങ് വാങ്ങിച്ചു. प्रॉपर्टी खरीद लो। ഏത് പ്രോപ്പർട്ടി? कौन सा प्रॉपर्टी? ബാബിലോൺ വന്ന് പിടിച്ചെടുക്കാൻ പോകുന്ന ദേശത്ത് बैबीलोन जो आकर प्रॉपर्टी लेकर वाले जाने घर वाला आएगा। था, उस देश में खरीदा हुआ एक कहानी है। യിരെമ്യാവ്, നീ അത് വാങ്ങിച്ചോളാൻ, हे यिर्मयाह, तू उसे खरीद ले, സൂക്ഷിച്ചു വെച്ചോളാൻ. उसे संभाल कर रख ले। ഇന്ത്യയെ കുറിച്ച് ദൈവം എനിക്ക് തന്നൊരു ദൂത. आमेन, ये वचन भारत के लिए मुझे दिया हुआ एक वाणी है। आमेन, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, भारत के लिए पवित्र आत्मा ने देश में मुझसे नहीं कहा, ഉണ്ടാകും. इस देश में ഈ और ദേശത്തിന് खेती ഇനി होगा, ഉണ്ടാകും. इस बार खटनी ഈ होगी। ദേശത്തിന് ക്രയവിക്രയം നടക്കും. Amen, इस देश में और भी ബിസിനസ് ക്രയവിക്രയം. बिजनेस लेन देन होगा। പരിശുദ്ധാത്മാവിനോട് പറഞ്ഞതാ, पवित्र आत्मा ने मुझसे ഇന്ന് कहा, കാണുന്നതല്ല ഇന്ത്യയുടെ ഭാവി. आमेन, आज जो दिख रहा है वो नहीं ഈ है രാജ്യം भारत का അനുഗ്രഹിക്കപ്പെടും. भविष्य। ये देश आशीषित ഈ होगा। രാജ്യത്തിൽ സമാധാനമുണ്ടാകും. ये देश में शांति होगी। ഹല്ലേലൂയ. ധൈര്യമായിട്ടിരുന്നോ, ധൈര്യമായിട്ടിരുന്നോ. आमेन, आप हियाव के साथ बने रहो। ഞാൻ ഈ ദൂതൊക്കെ ഇങ്ങ് ഏറ്റെടുക്കുക കേട്ടോ. आमेन, ये वाणी हम रिसीव करते പിശാചിന്റെ हैं। പദ്ധതിയല്ല, शैतान की पद्धति സ്വർഗ്ഗത്തിന്റെ नहीं, പദ്ധതി ദേശത്ത് നടക്കും. स्वर्ग की योजना इस देश में पूरी होगी। ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോകുന്നു. मैं एक खास बात बोलने जा रहा പരിശുദ്ധാത്മാവ് हूँ। ഇന്ന് നമുക്ക് വേണ്ടി കൈമാറിയ ഒരു ദൂതാണ് पवित्र കേട്ടോ. आत्मा ने हमारे लिए दिया हुआ एक वाणी है। ഈ ആധാരമെല്ലാം എഴുതിയിട്ട് ये आधार लिखने के बाद യിരെമ്യാവിന് ഭയങ്കര ടെൻഷൻ. यिर्मयाह बहुत टेंशन में आ गया, കാശുകൊടുക്കെ എഴുതിയത് വെറുതെ കിട്ടിയതല്ല കേട്ടോ. क्योंकि पैसा से खरीदा है। നാട്ടു നടപ്പുള്ള വില കൊടുത്താ വാങ്ങിച്ചത്. आमेन, उसका मार्केट रेट के अनुसार पैसा देकर खरीदा है। കിടക്കുമ്പോൾ ആ വില കൊടുത്താ വാങ്ങിച്ചത്. आमेन, പ്രോപ്പർട്ടി ഇടിഞ്ഞു കിടക്കുമ്പോൾ നാട്ടു നടപ്പുള്ള കറക്റ്റ് വില കൊടുത്താ വാങ്ങിച്ചത്. उस मार्केट प्लेस में उस जमाने का जो कीमत था वो कीमत देकर उसे खरीदा है। എന്ത് മണ്ടത്തരവാ ഞാൻ കാണിച്ചത്? मैंने क्या गलत कर दिया? നീ പറഞ്ഞോണ്ടല്ല ഞാൻ ചെയ്തത്. तूने कहा इसलिए मैंने किया ना। നിനക്ക് ചിന്തിക്കുന്നില്ല, കർത്താവ് പൊട്ടത്തരവാ ചെയ്തത്. ऐसा सोचा होगा कि मैंने क्या बेवकूफी कर दी, वो नहीं लेना था। हालेलुया।
നമ്മളെ പോലെ നിരമ്യാവും കേട്ടോ. हमारे जैसा ही था यिर्मयाह भी। അടുത്ത പാരഗ്രാഫ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. अगला पैराग्राफ मुझे നിങ്ങൾ बहुत വീട്ടിൽ പോയി पसंद വായിച്ചോ, है, സമയമില്ലാത്തതുകൊണ്ട്. आप घर जाके पढ़ लेना 32:16 മുതൽ. उसके 16 से। ഈ ആധാരം നേര്യാവിന്റെ മകനായ ബാരൂക്കിന്റെ പക്കൽ ഏൽപ്പിച്ച ശേഷം ये नेरिया के पुत्र बारूक के हाथ में ഞാൻ सौंपने के യഹോവയോട് बाद പ്രാർത്ഥിച്ചു മുട്ടുമടക്കി. मैंने यहोवा से प्रार्थना की, घुटना टेका। മുട്ടുമടക്കി, കർത്താവേ പ്രോപ്പർട്ടി വാങ്ങിച്ചു, പക്ഷേ ശത്രു കൊണ്ടുവന്ന പ്രോപ്പർട്ടി നീ എന്തോ പണിയാ പറഞ്ഞത്, उसने ഞാനത് घुटना ചെയ്തല്ലോ. टेका और प्रार्थना की, हे प्रभु मैंने प्रॉपर्टी तो मोल ले लिया है, लेकिन अभी उसे शैतान लेकर जा रहा है कि मैंने क्या कर दिया। तो पहला सेंटेंस प्रार्थना का 32:17 7वां അയ്യോ आयत, യഹോവേ. हे प्रभु यहोवा। പിന്നെ പറയോ, താഴോട്ട് വായിച്ചോ നിങ്ങൾ കേട്ടോ. और नीचे सब कहना है, आप घर जाके അങ്ങ് पढ़ വായിച്ചു लीजिएगा। വായിച്ചു വരുമ്പോൾ പറയുക, जब पढ़ कर आते हैं तो ऐसा 25वां कहता है। वाक्य। 25वें आयत, നീ ഇത് കാണുന്നുണ്ടല്ലോ. तू ये देख रहा है ना। എന്ത് കാണുന്നുണ്ടെന്ന്? क्या देख रहा 24 है? വാക്യം. ദേ ശത്രു വന്ന് വാട ഒരുയിരിക്കുന്നു. हे शत्रु ने यहाँ पर आया है। ക്ഷാമവും മഹാമാരി ഹേതുവായി ഈ നഗരം അതിന് നേരെ യുദ്ധം ചെയ്യുന്ന കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ये जमीन जो है वो शत्रु के हाथ में चला गया है। പ്രോപ്പർട്ടി ഇപ്പോൾ ശത്രുവിന്റെ കയ്യിലാണ്. जो मैंने खरीदा वो प्रॉपर्टी अभी शत्रु के हाथ में है। മനസ്സിലാവുന്നുണ്ടോ? क्या आप समझ रहे हो ये वाणी? ഇതിന് അടുത്ത വാക്യം. और अगला 25 आयत, വാക്യം. യഹോവയായ കർത്താവേ, यहोवा परमेश्वर, നഗരം കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ यह नगर कसदियों के हाथ में के वश में चला നിലം गया വിലയ്ക്ക് है। മേടിച്ച് അതിന് സാക്ഷികളെ വെക്കുവാൻ നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. और जमीन खरीद कर उसके लिए गवाह को खड़ा कराने के लिए तूने मुझसे कहा ना। ദൈവം പറഞ്ഞത് കൊണ്ട് പൊട്ടനെ പോലെ ചെയ്തതല്ല. Amen। परमेश्वर ने कहा इसलिए बेवकूफ के समान उसने कर दिया था। वो जानता था कि वो नष्ट है, കർത്താവ് എന്താ എന്നെ കൊണ്ട് അത് ചെയ്യിച്ചത്? लेकिन वो पूछ रहा है कि परमेश्वर तूने क्यों मुझसे ये काम करवाया। ദൈവം അപ്പോൾ तो परमेश्वर 26 करेगा। വാക്യം. അപ്പോൾ 26 യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായതിനാൽ तब यहोवा की वाणी यिर्मयाह के पास ഞാൻ पहुंचा, സകല ജഡത്തിന്റെയും ദൈവമാകുന്ന യഹോവയാകുന്നു. मैं सब प्राणियों का परमेश्वर यहोवा हूँ। Can you shout after me? क्या आप मेरे पीछे दोहरा सकते हो? ഞാൻ സകല ജഡത്തിന്റെയും ദൈവമാകുന്ന യഹോവയാകുന്നു. मैं तो सब प्राणियों का El Shaddai। परमेश्वर यहोवा हूँ। എൽ ഷദായി, El Shaddai, സർവശക്തനായവൻ, सर्वशक्तिमान സകല ജഡത്തിന്റെ परमेश्वर, കർത്താവായവൻ. सब प्राणियों का यहोवा परमेश्वर, മറക്കരുത്, എൽ ഷദായി. El Shaddai। അടുത്ത ചോദ്യം, യെരമ്യാവേ, अगला सवाल है, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? आमीन, क्या मेरे लिए कोई काम कठिन है? നിന്റെ കണ്ണിന് കാണാത്ത മണ്ഡലങ്ങൾ എന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടാൻ പോകുകയാ. जो तेरी आंखें देख नहीं सकती वैसे अदृश्य मंडलों पर मेरा काम चल रहा है। ഇന്ന് നീ കാണുന്നത് आज जो तू देख ശത്രു रहा है, വളഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ, शत्रु घेरा हुआ है, ഇന്ന് तो നീ കാണുന്നത് आज जो तू देख നിന്റെ रहा ആധാരം है, എഴുതിയ പ്രോപ്പർട്ടി ശത്രുവിന്റെ കയ്യിലാണെങ്കിൽ, तूने जो मोल लिया प्रॉपर्टी എടാ वो शत्रु യെരമ്യാവേ, के हाथ में है, तो നിന്നോട് ഇത് വാങ്ങിക്കാൻ പറഞ്ഞ ഞാന് हे यिर्मयाह, तुझसे मोल लेने के लिए कहा हुआ मैं परमेश्वर കാണാതല്ലടാ ഇത് यहोवा, പറഞ്ഞത്. बिना कुछ देखे मैं नहीं സകല कहूँगा, ജഡത്തിന്റെ കർത്താവ്, सब प्राणियों का परमेश्वर എനിക്ക് यहोवा, കഴിയാത്ത വല്ല കാര്യമുണ്ടോ? क्या मेरे लिए कोई काम कठिन है? आप दोहरा कर कहो, കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. क्या कोई काम परमेश्वर के लिए कठिन है? നിന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചത് आपको सेवा में बुलाकर ചലഞ്ചസ് കണ്ട് തീർന്നു പോകാനല്ല, प्रतिकूल के बीच में नाश होने के लिए नहीं, എന്നെ നിങ്ങളെ കർത്താവ് വിളിച്ചത് मुझे और आपको परमेश्वर ने Maybe the बुलाया। difficult season. Hallelujah. आमीन, प्रतिकूल सीजन പേടിക്കണ്ട. बीच में होगा, डरो मत। പേടിക്കണ്ട, വിളിച്ച കർത്താവ് പറയാ, बुलाया हुआ परमेश्वर अगर ഞാനാ कह നിന്നെ रहा വിളിച്ചതെങ്കിൽ, है, अगर मैंने तुझे എനിക്ക് बुलाया है, കഴിയാത്ത വല്ലതുണ്ടോ? क्या मुझसे कोई काम कठिन है? എന്തോ സംഭവിക്കാൻ പോവാ? क्या होता है वहाँ पर? 32 അവസാനത്തെ വാക്യങ്ങൾ. 32 की आखिरी आयतों पर, ഹല്ലേലൂയ. हालेलुया। 41 മുതൽ 41 से, അവർ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ आमीन, जब वे पूरा हृदय से ഞാൻ मेरी അവരെ खोज ഈ करेंगे, ദേശത്ത് നടും. आमीन, मैं उन्हें इस देश पर बसने യഹോവ दूंगा। ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്, परमेश्वर यहोवा इस प्रकार से कहता ഈ है, ജനത്തിന് അനർത്ഥം വരുത്തിയതുപോലെ തന്നെ इस प्रजा के ऊपर जैसा विपत्ति ഞാൻ डाली അവർക്ക് थी, വാഗ്ദത്തം ചെയ്തിരിക്കുന്ന मैंने उनको जो प्रतिज्ञा दिया എല്ലാ है, നന്മയും सारी भलाई അവർക്ക് വരുത്തും. उनको मैं दूंगा। സഹോദരാ, आमीन, സഹോദരി, അനർത്ഥം हालेलुया। നിന്റെ ജീവിതത്തിൽ വന്നോ? हे भाई बहन, അനർത്ഥം വന്നോ? क्या आपके जीवन में अनर्थ आया? പെർസിക്യൂഷൻ വന്നോ? क्या पीड़ा आई? കഷ്ടം വന്നോ? क्या प्रतिकूल അത് आया? വന്നതുപോലെ തന്നെ वो जैसा आया വാഗ്ദത്തങ്ങളും നിവർത്തിക്കപ്പെടും. वैसे ही प्रतिज्ञाएं भी पूरी നെഗറ്റീവ് होगी। മാത്രമല്ല, नकारात्मक बातें ही नहीं, നിന്നെ കുറിച്ചുള്ള സകല
പ്രോമിസസും ദൈവം നിവർത്തിക്കുമെന്ന്. आपके बारे में सारी प्रतिज्ञाएं पूरी होगी. ഹാ, Amen. എല്ലാ Hallelujah. നന്മയും വരുമെന്ന്. सारी भलाई मिलेगी. മനുഷ്യനും മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങളെ വിലയ്ക്ക് മേടിക്കും. आमेन. जिस देश में तुम कह रहे हो कि सब लोग जो है वो शैतान के हाथ में सौंप चुका है, उसी जमीन को तुम वापस मोल लेकर खरीदोगे. യിരെമ്യാവ് ഇപ്പൊ നീ ആധാരം എഴുതിയില്ലേ? हे यिर्मयाह, तूने अभी जो प्रॉपर्टी അവസാനത്തെ दिखा ना, വാക്യം. आखिरी ഇതുപോലെ आयत. ആളുകൾ നിലങ്ങളുടെ വിലയ്ക്ക് മേടിച്ച് ആധാരങ്ങൾ എഴുതി മുദ്രയിട്ട് സാക്ഷികളെ വെക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. वैसे ही लोग गवाह बुलाकर खेत मोल लेंगे. आमेन. और परमेश्वर की ये वाणी है. ഇനി ഞാൻ ദൂത് പറയാം. अब मैं वाणी बोलता हूँ. 11 അധ്യായത്തിലെ 11 अध्याय में അനാഥോത്തുകാർ പറഞ്ഞു, अनादोत वालों ने कहा, നിന്നെ മൂടോട് വീഴണം, इसको जड़ से उखाड़ना है, ബലത്തോട് കൂടെ നശിപ്പിക്കണമെന്ന്. इसको पूरा नाश कर देना है. 11 അധ്യായത്തിൽ അനാഥോത്തുകാർ പറഞ്ഞു അവന്റെ പേര് മായ്ച്ചു കളയണമെന്ന്. 11 अध्याय में अनादोत वालों ने कहा कि इसके नाम को मिटा डालना പക്ഷേ है. 32 അധ്യായത്തിൽ പരിശുദ്ധാത്മ പറഞ്ഞു, लेकिन 32वें अध्याय में पवित्र आत्मा അതേ कहता है, അനാഥോത്തിൽ നിന്റെ പേരിൽ എഴുതിയ നിലങ്ങൾ ഉൾപ്പെടെ നിന്നെ ഞാൻ ഉറപ്പിക്കാൻ പോവാണ്. उसी अनादोत के बीच में तेरे जो लिखवा कर लिया, तेरा जमीन के साथ तुझे आशीष करने जा रहा അവർ हूँ. ഉപയോഗിച്ചൊരു പദം वहाँ पर इस्तेमाल किया एक 32 शब्द അധ്യായത്തിൽ 32 ഞാൻ अध्याय അവരെ में, നടുമെന്ന് मैं उन्हें उगाऊंगा. വീഴുമെന്ന് പറഞ്ഞെടുത്ത് जहाँ पर कहा तुझे നിന്നെ उखाड़ തുളച്ചുമാക്കുമെന്ന് लेंगे. പറഞ്ഞെടുത്ത് जहाँ पर कहा ഇന്ന് तुझे പകൽക്കാലം मिटा പരിശുദ്ധാത്മ देंगे. പറയാ, ഞാൻ അവരെ നടുമെന്ന്, ഞാൻ അവരെ നടുമെന്ന്. पवित्र आत्मा कह रहा है कि मैं उसे वहाँ पर ഈ लगाऊंगा. വചനം ഒന്ന് സ്വീകരിച്ചോ? आप इस वचन को स्वीकार कर ഞാൻ लो. അവരെ നടുമെന്ന്, मैं उन्हें लगाऊंगा. വീഴുമെന്ന് പറയുന്നിടത്ത്, जहाँ पर कहा कि उखाड़ दूंगा, നിന്റെ പേര് പോലും ഇല്ലാതാക്കുന്നു പറയുന്നിടത്ത്, तेरे नाम को मिटा डालूंगा. जहाँ पर कहा गया था നിന്റെ പേരിൽ അവകാശങ്ങളെ നൽകി. तेरे नाम के ऊपर हक को देखकर, अवकाशों को देखकर. ശ്വാസമുണ്ടോ? क्या आपको विश्वास श्वास है? उठो। क्या ये आपको वचन विश्वास को तिरिച്ചു പോകാവുള്ളൂ. है? इस वचन के साथ ही आपको നിങ്ങൾ लौटना है. പിടിച്ചാലുമില്ലെങ്കിലും आप इसे स्वीकार करो या ना ഞാനിത് करो, മുഴുവൻ പിടിക്കുക. हम इसे स्वीकार എനിക്കിത് करते വേണമെന്ന്. हैं. मुझे ये ഈ ദൂത് चाहिए. എനിക്ക് വേണമെന്ന്. ये वाणी मुझे ശകന, चाहिए. റംശൽ കമന. ഒരു നിമിഷം കൂടെ ശക്തമായി കരങ്ങളെ അടിച്ച് हथताली बजाकर इस ഓ ദൈവത്തെ संदेश को സ്തുതിച്ചിട്ട് प्राप्त ആരാധിച്ചാട്ടെ. करें.